Good morning everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian and welcome to the Hindu editorial analysis of 10th September 2022. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമ്മൾ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ എഡിറ്റോറിയലുമായിട്ട് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 2 ദിവസവും എഡിറ്റോറിയൽ എടുക്കാതിരുന്നതിന് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, എഡിറ്റോറിയൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. അത് നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ, എഡിറ്റോറിയൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് എടുക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടൊരു കാര്യമായിരുന്നു. ഇന്നലെ എടുക്കണമെന്ന് ഞാൻ ഓർത്തു, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഓണമൊക്കെ അല്ലായിരുന്നു, കുട്ടികൾക്ക് 2 ദിവസം ലീവ് കൊടുത്തേക്കാം, അതല്ലേ അതിൻ്റെ ഒരു ശരി എന്ന് വിചാരിച്ച്. പിന്നെ ഓണത്തിന് മലയാളികൾക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അവിടെ രാവിലെ 10 മണിക്ക് 10 മണി 8:30 രാവിലെ നിങ്ങളെ എണീപ്പിച്ച് എഡിറ്റോറിയൽ ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ 2-3 അടിപൊളി ആർട്ടിക്കിൾസ് നമുക്ക് മിസ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് താമസിപ്പിക്കേണ്ട ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എഡിറ്റോറിയലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വൊക്കാബുലറി പഠിക്കാം, ജനറൽ അവയർനെസ് അല്ലേ. അപ്പോൾ ഓരോ എഡിറ്റോറിയൽ ഏതെങ്കിലും ആർട്ടിക്കിൾ നമുക്ക് മിസ്സായാൽ എനിക്ക് ഭയങ്കര സങ്കടം. അയ്യോ, ഈ ഒരു കാര്യം അവർ അറിഞ്ഞില്ലല്ലോ, നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ. എനിവേസ്, സോ ഇന്നത്തെ കോട്ട് ഇതാണ് കേട്ടോ. ലിസൺ ടു ദ സൈലൻസ്, ഇറ്റ് ഹാസ് സോ മച്ച് ടു സേ. ചില സമയത്ത് നമുക്കൊക്കെ പറ്റുന്നൊരു അബദ്ധം എന്താണെന്നറിയോ, നമ്മളിങ്ങനെ വഴക്ക് കൂടും അല്ലെ, ആരോടൊക്കെ എന്തെങ്കിലും ഉണ്ട് കാര്യങ്ങൾ വഴക്ക് കൂടും. വി ക്രിട്ടിസൈസ് ഈച്ച് അതർ ഓർ വൺ അനദർ. എല്ലാവരും പരസ്പരം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, 2 പേര് തമ്മിലോ അല്ലെങ്കിൽ 3-4 പേര് തമ്മിലോ ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ഈ ക്രിറ്റിസിസം നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. എന്താണ്? ചില സമയത്ത് മൗനം വിദ്വാന് ഭൂഷണമാണ്. സൈലൻസ് ആണ് നല്ലത്. ഏറ്റവും നല്ല മറുപടി സൈലൻസ്. ചില സമയങ്ങളിൽ, ഓൺലി സം ടൈംസ് കേട്ടോ, ചില സമയത്ത് മാത്രം. ഇല്ലാത്ത സമയത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യണം ഓഫ് കോഴ്സ്. പക്ഷേ ചില സമയത്ത് നമ്മളൊരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത് just be silent for some time, listen to the silence, you'll get the answer. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അതെന്താ വെച്ചാൽ ചില സമയങ്ങളിൽ നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആവും, അപ്പോൾ അത് വർക്ക്ഔട്ട് ആവും. അപ്പോൾ അതാണ് ഇന്നത്തെ കോട്ട് ഫോർ യു കേട്ടോ. ഇന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ കോട്ടാണ്. സോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ദിസ് ഇസ് റിന്റു സെബാസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ. ആൻഡ് നമുക്കൊരു ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വളരെ കുറച്ച് MB ആവശ്യമുള്ളൂ, 20 MB ഉള്ളൂ. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഡെയിലി ക്വിസസ് സബ്ജക്ട് വൈസും കിട്ടും, അതുപോലെ തന്നെ എക്സാം വൈസും കിട്ടും. ആദ്യമേ തന്നെ ഞാൻ ആ പ്രയോറിറ്റിയാണ് നിങ്ങൾക്ക് തരിക. കാര്യം വെച്ചാൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോകാം. എന്നും തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് അസസ് ചെയ്ത് പോകാനുള്ളൊരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇറ്റ്സ് ഫ്രീ. ഓക്കെ, ഫ്രീ ആണ്. അതുള്ള കറണ്ട് അഫയേഴ്സ് ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ട് കിട്ടും, ജോബ് അലേർട്സ് ഒന്നും മിസ് ചെയ്യാതെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാഗസീൻസ്, നോട്ട്സ്, ആർട്ടിക്കിൾസ്, ഏതെങ്കിലും വീഡിയോസ് മിസ്സായാൽ യു ക്യാൻ സെർച്ച് ഇറ്റ് ഔട്ട് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ എവറി ടൈം ഐ സേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബി കണക്റ്റഡ് വിത്ത് ദിസ്. നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ കണക്ട്. ഓരോ പുതിയ നോട്ടിഫിക്കേഷൻസും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന ഈ ടെലിഗ്രാം ചാനലിലൂടെ ആയിരിക്കും. നമ്മൾ ലിങ്ക്സ് ഒക്കെ ഷെയർ ചെയ്യുക. സോ KPSC ഷോർട്ട് സെലക്ഷൻ ആൻഡ് Adda247 കേരള സെൻട്രൽ എക്സാംസ്, ഈ 2 ടെലിഗ്രാം ചാനൽസുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൽ കണക്റ്റഡ് ആയിരിക്കാം, അപ്പോൾ നമ്മളോട് കണക്റ്റഡ് ആയിരിക്കാം. ഓക്കെ, സോ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ Adda247 മലയാളം ചാനൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. അതിപ്പോൾ SSC ആയിക്കോട്ടെ, KAS ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടേഴ്സ് എക്സാംസ് വരുന്നുണ്ടല്ലേ, ആയിക്കോട്ടെ, സുപ്രീം കോർട്ട് ആയിക്കോട്ടെ, FCA ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ വന്നു, ക്ലാസ് തുടങ്ങുവാണ് നമ്മൾ, അതിൻ്റെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന നമ്മുടെ ഹൈക്കോർട്ട് ആയിക്കോട്ടെ, സുപ്രീം കോർട്ട് ആയിക്കോട്ടെ, ദേവസ്വം ബോർഡ് ക്ലാസ് ആയിക്കോട്ടെ, കേരള PSCയുടെ വിവിധ ക്ലാസ്സുകളായിക്കോട്ടെ, ഏത് ആണെങ്കിലും. ഹൈക്കോർട്ടിൽ ഇപ്പോൾ ട്രാൻസ്ലേറ്റർ വിളിച്ചിട്ടുണ്ട്, ഷോഫ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമുക്കുണ്ട്. ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ PSCയുടെ വിവിധ തരം എക്സാംസിന് വേണ്ടിയിട്ടും എക്സാം അനാലിസിസ്, PYQ ഡിസ്കഷൻ, സ്ട്രാറ്റജി വീഡിയോസ്, എല്ലാ കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ അനാലിസിസ് ആയിട്ട് നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും, ഫ്രീ ഓഫ് കോസ്റ്റ്. അതാണ് ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത. വേറെ എവിടെയും പോകണ്ട, ഇറ്റ്സ് എൻ ഓൾ ഇൻ വൺ ചാനൽ. അപ്പോൾ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് 10-ാം തീയതി September 10, ഞാൻ പറഞ്ഞു 2 ദിവസത്തെ ആർട്ടിക്കിൾ, നമുക്ക് 2 ദിവസത്തെ ആർട്ടിക്കിൾ മിസ് ഔട്ട് ആയി എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. എന്നാലും ഡെയിലി 8:30 മുതൽ ഉള്ള ക്ലാസ്സാണ്, 1 മണിക്കൂറാണ് വരെ. ചില ദിവസം ഡിസ്കഷൻ കണ്ട് നീണ്ടുപോകാം. അതാണ് നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ക്ലാസ്സിൽ ഏറ്റവും വലിയ പ്രത്യേകത എഡിറ്റോറിയൽ, ഹിന്ദു എഡിറ്റോറിയൽ വന്നിട്ട് ആർട്ടിക്കിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ആൻഡ് വൊക്കാബുലറി അനലൈസ് ചെയ്യുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് യു വിൽ ഗെറ്റ് ജനറൽ അവയർനെസ്. ഇന്നാണെങ്കിൽ ഫിനാൻസിൽ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് ഫിനാൻസ് ആർട്ടിക്കിൾ ഞാൻ ശ്രദ്ധിക്കണം? പല കുട്ടികളോട് ചോദിച്ചു, മിസ്സേ ആർട്ടിക്കിൾ വരുമ്പോഴേക്ക് ഞാൻ പോവാണ്, കാരണം ഫിനാൻസ് ആർട്ടിക്കിൾ നമുക്ക് വേണ്ടല്ലോ, ബാങ്കിങ്ങുകാർക്ക് മാത്രം പോരാ. കാര്യം കഴിഞ്ഞ ദിവസം പ്രിലിംസിൻ്റെ +2 പ്രിലിംസിൽ ഫസ്റ്റ് ഫേസിലെ എക്സാം വന്നപ്പോൾ എക്കണോമിയിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യവും ഫ്രം ദ എഡിറ്റോറിയൽ, റീസെൻ്റ് ആയിട്ട് എഡിറ്റോറിയൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. എനിക്ക് പോലും ഐ എം നോട്ട് വെൽ വേഴ്സ്ഡ് ഇൻ എക്കണോമി, എന്നിട്ട് പോലും
എനിക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റിയെങ്കിൽ ജസ്റ്റ് ബിക്കോസ് ഓഫ് എഡിറ്റോറിയൽ ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു ജനറൽ അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി എപ്പോഴും ആർട്ടിക്കിൾ അനാലിസിസിലൊന്ന് നിൽക്കുക കേട്ടോ. അത് ഫിനാൻസ് ആർട്ടിക്കിൾ ആണ് നിൽക്കുക, ബിക്കോസ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. അതുകൊണ്ട് എക്സാമിനില്ല, കോമ്പറ്റീവ് എക്സാമിന് ചോദ്യം വരുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഡെയിലി ഉള്ള സെഷനാണ്, ജനറൽ അവയർനെസ് ഉണ്ട്, നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, കോംപ്രിഹെൻഷൻ സ്കിൽസ് ഒരുപാട് കൂട്ടും, നിങ്ങൾ പോലും അറിയാതെ ഇംപ്രൂവ്മെന്റ് വരും. വൊക്കാബുലറി പഠിക്കാൻ നമുക്ക് ഒരുപാട്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അറിയാം നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ലെവൽ അങ്ങ് കൂടും, സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് കൂടും. മാത്രമല്ല കോമ്പറ്റീവ് എക്സാമിന് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നവർക്ക് UPSC ലെവലായാലും KS, കേരള PSC, SSC, ഈ ഇൻഷുറൻസ് സെക്ടർ, ബാങ്കിങ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, എല്ലാ സെൻട്രൽ എക്സാംസിന്, സ്റ്റേറ്റ് എക്സാംസിന്, ദേവസ്വം ബോർഡ്, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ഏത് എക്സാമിനും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ പറഞ്ഞ പോലെ 2 ദിവസത്തിന് ശേഷം നമ്മൾ തിരുമ്പി വന്നിട്ടേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അതെ എല്ലാവരും അത് ഞാൻ ഓർത്ത്, നിങ്ങളെല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴേ ഞാൻ ഓർത്തു, അപ്പോൾ പിന്നെ എഡിറ്റോറിയൽ ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കണേ. അപ്പോൾ എനിക്കും തോന്നി എഡിറ്റോറിയൽ എടുക്കാറുണ്ട്, ഇവർ ഇത്രയും കാര്യമായിട്ട് എഡിറ്റോറിയൽ വേണമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എടുക്കാമായിരുന്നു, കാരണം ഞാൻ എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അപ്പം 2 ദിവസം ഓണായിപ്പോയി, അവധി കൊടുക്കുകയും വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എഡിറ്റോറിയൽ അവധി കൊടുത്തതുമാണ് കേട്ടോ. September 14, 2000 എഡിറ്റോറിയൽ സ്റ്റാർട്ട് ചെയ്തേ. ആണോ എനിക്ക് ഓർമ്മയില്ല. ആണോ September 14 അപ്പോൾ ഒരു ആനിവേഴ്സറി ആവും അല്ലേ, നമുക്കത് ആഘോഷിക്കാം. ട്രാൻസ്ലേറ്റർ കോഴ്സ് ജോയിൻ ചെയ്തു, അതിൻ്റെ ടെലിഗ്രാം ചാനൽ എങ്ങനെ കിട്ടുക, മ്യൂട്ടോടെ അറിയില്ല, അതാണ്. ഓക്കെ, ഇതാ നമ്മളൊരു കാര്യം ചെയ്യാം. പുതിയ കോഴ്സിലാണോ, ഫസ്റ്റ് ബാച്ചോ സെക്കൻഡ് ബാച്ചിലാണോ ജോയിൻ ചെയ്തത്? സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അതാണ് ചോദിച്ചത്. ഫസ്റ്റ് ബാച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നമുക്ക് ടെലിഗ്രാം ചാനലിലോട്ട് ജോയിൻ ചെയ്യാൻ എനിക്കൊരു മെയിലിലോട്ട് മെസ്സേജ് അയച്ച്, എനിക്ക് മെയിൽ അയച്ചാൽ മതി. എൻ്റെ ഒഫീഷ്യൽ ID ഞാൻ തരാം, അതിലോട്ട് എനിക്ക് മെയിൽ അയച്ചാൽ മതി, ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. മെയിൽ അയച്ചിട്ട് എനിക്ക് ടെലിഗ്രാം ID, നിതയുടെ ടെലിഗ്രാം ID അയക്കണം എനിക്ക് കേട്ടോ. ഈ മെയിലായിട്ട് നിത ഇതാണ് കോഴ്സ് പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു കോഡ്, ഡീറ്റെയിൽ എനിക്ക് അയച്ചു തരാം. ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഈസ് എനഫ്, ഒന്ന് അയച്ചു തരാം. എന്നിട്ട് എനിക്ക് ടെലിഗ്രാം ID, നിതയുടെ ടെലിഗ്രാം ID അയച്ചു തരാം. അപ്പം ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കാം കേട്ടോ നിത. ഓൾ റൈറ്റ്, ദിസ് ഇസ് മൈ ഈ ഒഫീഷ്യൽ ഇമെയിൽ ID, എനിക്ക് അയച്ചാൽ മതി, ഞാൻ ആഡ് ചെയ്യാം. ഓണമൊക്കെ ഉഷാറായിരുന്നു, എല്ലാവർക്കും ഓണം ഉഷാറായിരുന്നോ? അതെ, നന്ദീഷിനും റജിനും കൂടെ തമ്മിൽ എന്തായാലും ഞാൻ കയറി ഇടപെടുവാണേ. അപ്പോൾ എല്ലാവർക്കും ഓണം ഉഷാറായിരുന്നല്ലോ അല്ലേ? ഓണം ഉഷാറായിട്ട് സന്തോഷത്തോടെ, എനിക്കത് അറിയാനുള്ളൂ. വലിയ അടിപൊളിയായിട്ടൊന്നും പറയാൻ പറ്റില്ല, നമ്മളിവിടെ മഴയൊക്കെ ആയിരുന്നു കേട്ടോ. പറഞ്ഞില്ലേ, റിൻ സാർ പറഞ്ഞില്ലേ, കറുത്ത ഓണം, അത്തം കറുത്ത ഓണം വിളിക്കും എന്നൊക്കെ വെറുതെ പറയാം. ക്ലൈമറ്റ് ചേഞ്ച് എല്ലാം മാറ്റിക്കളഞ്ഞു, ഇപ്പം അങ്ങനെയൊന്നും അല്ല, നല്ല മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താ പറ്റില്ല, പുറത്തിറങ്ങിയൊന്നും പറ്റിയില്ല, അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഫുൾ ടൈം വീട്ടിലൊക്കെ ആയിരുന്നു, എന്നാലും എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഒരു സന്തോഷം, അതാണല്ലോ ഓണം, ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു സന്തോഷം, അതായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആർട്ടിക്കിളോട്ടോ വിശേഷങ്ങളൊക്കെ അപ്പാർട്ട് നമുക്ക് പയ്യെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ പറയാം, നമുക്ക് എന്തായാലും സമയം താമസിപ്പിക്കുന്നില്ല, ആർട്ടിക്കിളിലോട്ട് പോകാം. സോ ആർട്ടിക്കിൾ ഇന്ന് 2 വന്നതിൽ ഒരു ആർട്ടിക്കിൾ ഈസ് ഓൾ അബൌട്ട് നമ്മുടെ ക്വീൻ എലിസബത്ത് അല്ലേ, എലിസബത്ത് രാജ്ഞി, എലിസബത്ത് 2, രണ്ടാമത്തെ എലിസബത്ത് രാജ്ഞി അല്ലേ, ആ രാജ്ഞി രണ്ടാമത്തെ ക്വീൻ എലിസബത്ത് 2 അന്തരിച്ചു കഴിഞ്ഞു അല്ലേ, ഷി പാസ്ഡ് അവേ. ആൻഡ് അതുപോലെ എന്താ പറയുക, 96 അല്ലേ, 97-96 വയസ്സിലാണ് പുള്ളിക്കാരി. ദ ലോങ്സ്റ്റ് റെയിനിങ് ക്വീൻ എന്നറിയപ്പെടുന്ന പുള്ളിക്കാരി, മൊണാക്കി പുള്ളിക്കാരിയാണ്. അപ്പോൾ അത് വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ പല കാര്യങ്ങൾക്കും ക്വീനെ പറ്റി പറയുന്ന നല്ല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോഴും ക്വീൻ്റെ മരണത്തോടു കൂടിയുള്ള കുറേ പണ്ടത്തെ ചരിത്രം കാര്യങ്ങളെപ്പറ്റി, ഹിസ്റ്ററിയൊക്കെ ഉണ്ട്, വേൾഡ് ഹിസ്റ്ററിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആർട്ടിക്കിളിലുണ്ട്. പക്ഷെ നമ്മൾ ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോണില്ല, ബിക്കോസ് ഇറ്റ് ഇസ് സോ സിമ്പിൾ എ റീഡ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്കത് വേണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് മീ, ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് വായിക്കാനുള്ള സമയം കിട്ടും. വൊക്കാബുലറി ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ പ്രോബ്ലം ഇല്ലല്ലോ, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പിന്നെ രണ്ടാമത്തെ ആർട്ടിക്കിൾ ഇസ് ഓൾ അബൌട്ട് ഇൻഫ്ലേഷനെ പറ്റിയ ഒരു ആർട്ടിക്കിളാണ്, ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ ആ ആർട്ടിക്കിളാണ്, അതിനെ പറ്റി വേറെ കൂടുതലായിട്ടൊന്നും പറയാൻ, ഇൻഫ്ലേഷനാണ്, ടൈമിംഗ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, എപ്പോഴും വായിക്കുന്ന പോലെ. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. അപ്പം അതിനു മുമ്പ് തന്നെ ആദ്യം തന്നെ നമുക്ക് ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ്, വൺ വേർഡ്സ് ഒക്കെ നോക്കണം. ഇന്ന് ക്വീൻ എലിസബത്തിനെ പറ്റി പറയുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഉണ്ട്. ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് അല്ല, ഫോറിൻ ഫ്രേസസ് തന്നെയാണ്, അതുണ്ട്. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്തുകൊണ്ട് എക്സാമിന് ചോദിക്കാറുണ്ട് അത്. പിന്നെ അത് ഈ പറഞ്ഞ കോർട്ട് എക്സാംസുകാർക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ്, കാരണം ഈ ഫോറിൻ ഫ്രേസസ് എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ ഇത് മൊത്തം ലാറ്റിനാണ്, സംഭവം വരത്തനാണ്, അതൊക്കെ ലീഗൽ ടേംസിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടും, വി ക്യാൻ യൂസ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ മറ്റ് വൊക്കാബുലറി, ആൻറ്റണിംസ്, സിനോണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അനാലിസിസ് ചെയ്യുന്നു, ഫിനാൻസ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം വിൽ ഗിവ് യു ദ ഹോംവർക്കിൻ്റെ ആൻസർ പറ്റില്ലേ, അത് നോക്കും. എന്നിട്ട് ഒരു ഹോംവർക്ക് തന്നെ, സ്പോട്ട് ദർ വളരെ ഇമ്പോർട്ടൻ്റ്, ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് നോക്കണം. ബിക്കോസ് ഞാൻ രാവിലെ കഷ്ടപ്പെട്ടൊരു ക്വസ്റ്റൻ കണ്ടെടുത്ത് നിങ്ങൾക്ക് വരുന്ന എന്തുകൊണ്ടാണ്, മറ്റു ആർട്ടിക്കിൾ നിന്ന് എടുക്കുന്നത് എന്തുകൊണ്ടാണ്, ഐ ജസ്റ്റ് നീഡ് യു ടു
ലേൺ. നിങ്ങളെല്ലാവരും പഠിക്കാൻ വേണ്ടിയല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചിട്ട് ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ എടുത്തില്ല എന്ന് എൻ്റെ ഒരു ഡൗട്ട്. ഞാൻ നോക്കിയിട്ട് ഇവിടെ നിട്ട് തരാട്ടോ, ഞാൻ മറന്നുപോയി തോന്നുന്നു. എനിക്കിന്ന് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. ഇന്ന് വേറൊരു ലെവലിലായിട്ട് ഇരിക്കുന്നത്. എൻ്റെ മൂഡേ വേറെ ലെവലില്ല. ഞാൻ പറഞ്ഞുതരാം, അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്താ പറയുക, ഐ എം ലിറ്റിൽ ഡിസ്റ്റർബ്ഡ്. ഹാപ്പി ആണോ വെച്ചാൽ ഐ എം സോ ഹാപ്പി, ബട്ട് ഐ എം ലിറ്റിൽ ഡിസ്റ്റർബ്ഡ് ചില കാര്യത്തിൽ. ഐ ടെൽ യു വാട്ട് ഇറ്റ് ഇസ്. പയ്യെ പോകെ പറയാം. എനിവേസ് ലെറ്റ് സ്റ്റാർട്ട്, അല്ലേ, താമസിപ്പിക്കേണ്ട. ലെറ്റ് സ്റ്റാർട്ട്. സ്റ്റേ ദ കോഴ്സ്. ഇന്നത്തെ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ തന്നെ ഇതാണ്, സ്റ്റേ ദ കോഴ്സ്. കോഴ്സ് അനുസരിച്ച് പൊക്കോണം കേട്ടോ. കണ്ടിന്യൂ ഡൂയിങ് സംതിങ് ഡിസ്പൈറ്റ് ഡിഫിക്കൽട്ടീസ്. നമുക്ക് എത്ര പ്രശ്നങ്ങളും വരാം, എന്നാൽ പോലും കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോളൂ. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഒക്കെ വരും, പക്ഷേ തളരരുത് രാമകുട്ടി, തളരരുത്. ദാറ്റ് ഈസ് സ്റ്റേ ദ കോഴ്സ് എന്ന് പറഞ്ഞ എന്താണെന്ന് പറയാം, ഇഡിയം. ഇറ്റ്സ് ആൻ ഇഡിയമാറ്റിക്കൽ എക്സ്പ്രഷൻ, ഓർത്തോണം. അടുത്തത് അറ്റ് ലെങ്ത്. അറ്റ് ലെങ്ത് എന്ന് പറയുന്ന ഇഡിയമാണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഹൈക്കോർട്ട് എക്സാമിന് കഴിഞ്ഞതിൻ്റെ മുമ്പ് തവണ, യെസ്, 2020 NC ആയിരുന്നു, 2019 2019 അറ്റ് ലെങ്ത് എന്ന് പറഞ്ഞ ഇഡിയം ചോദിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം എത്തുള്ളൂ ഇൻ ഡീറ്റെയിൽ. ഇൻ ഡീറ്റെയിൽ ആയിട്ട്, അതാണ് അറ്റ് ലെങ്ത്. ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് അറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് ഇൻ ഡീറ്റെയിൽ. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം എന്ന്. അടുത്ത റെഡ് ലെറ്റർ ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. റെഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്ത്, റെഡ് ഇസ് ഫോർ ഇമ്പോർട്ടൻസ്. ഒന്ന് ഡേഞ്ചർ ഉണ്ടോ ഉറപ്പായിട്ടും, രണ്ടാമത്തെ റെഡ് ലെറ്റർ ഇസ് ഫോർ ഇമ്പോർട്ടൻസ്. അപ്പോൾ റെഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഓഫ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മെമ്മറബിൾ എന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലാണ് നമ്മൾ റെഡ് ലെറ്റർ ഉപയോഗിക്കാം. റെഡ് ലെറ്റർ ഇസ് ഫോർ മെമ്മറബിൾ അല്ലെങ്കിൽ ഓഫ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് എന്ന് ഓർത്തോളാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ കൂടെ അറിയട്ടെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക്. യെസ്, ഇവിടെ ചുഴലിയായിരുന്നു. അയ്യോ, ചുഴലിക്കാറ്റായിരുന്നു, അത്ര ഇതായിരുന്നു അവിടെ. എല്ലായിടത്തും അങ്ങനെയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഓക്കെ, പൂക്കളമിട്ടു, സദ്യ കഴിച്ചു, ഫ്ലവർ സ്റ്റോപ്പ്, സിംഗർ ഫൈനൽ കണ്ടു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു നന്ദീഷ. അത് കൊള്ളാം. ഗുഡ് മോർണിംഗ് എവ്രി വൺ, ഗുഡ് മോർണിംഗ് പീപ്പിൾ. യെസ് ഇവിടെയും മഴ, ബട്ട് അത്ര ഇല്ലായിരുന്നു. സദ്യ വലിയ മഴയില്ലായിരുന്നു, എന്നാലും ഇവിടെ അവധ തന്നെയായിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് വരുന്ന വെറൈറ്റി പായസം വേണം, സ്നാക്സ് ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്തു. അത് മതിയല്ലോ. ലൈഫ് ഇസ് സോ ഹാപ്പി വെൻ യു എൻജോയ് ടുഗെദർ വിത്ത് യുവർ ലവ്ഡ് വൺസ് എന്നാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. അത് കൊള്ളാം. യെസ്, കൊള്ളാം. എല്ലാവരും സുഖം അല്ലേ? യൂറോപ്പിൽ പോകുന്നവരെ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വരിക. ബ്ലൂ ഇസ് ഫോർ ഗവൺമെന്റ്. അല്ല, ബ്ലൂ ഇസ് ഫോർ റോയൽ. ബ്ലൂ ബ്ലഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അരിസ്റ്റോക്രാറ്റിക് എന്നൊരർത്ഥത്തിലാണ്. റെഡ് ഇസ് ഫോർ ഇമ്പോർട്ടൻസ്, ബ്ലൂ ഇസ് ഫോർ റോയൽ, അല്ലെങ്കിൽ യു സേ അരിസ്റ്റോക്രാറ്റിക് ക്ലാസ് എന്ന രീതിയിൽ പറയാം, അല്ലേ? യെസ്, ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് അറ്റ് ലെങ്ത് ആണ് ഗോപിക. ഗ്രേറ്റ്. ലെറ്റ്സ് മൂവ് പീപ്പിൾ. നെക്സ്റ്റ് വൺ ഈസ് ബ്രിങ് ഡൗൺ. കഴിഞ്ഞ ദിവസവും പഠിച്ചു നമ്മൾ സെയിം സാധനം. കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ്, ലൈക്ക് 7th നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലേ. ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഓവർത്രോ ചെയ്യുക, എടുത്ത് കളയുക, അല്ലെ? ബ്രിങ് ഡൗൺ ബുനാക്കി എന്നൊക്കെ പറയില്ല അത്. അല്ലെങ്കിൽ വേറെ ഓർത്തുകൊണ്ട് ഡിപ്രസ് ചെയ്യുക, കുറയ്ക്കുക, ഒരു കാര്യത്തിന്റെ ലെവൽ കുറയ്ക്കുക, ഓർ സങ്കടപ്പെടുത്തുക ഒരാളെ, അങ്ങനെയും പറയും. ഒരു കാര്യത്തിന്റെ ലെവൽ കുറയ്ക്കുക, ബ്രിങ് ഡൗൺ ദ ഫീവർ ഒക്കെ പറയില്ലേ. അതുപോലെ ഡിപ്രസ് ചെയ്യുക വേറെ ഓർത്തുകൊണ്ടുണ്ട്, സങ്കടപ്പെടുത്തുക, സാഡൻ ചെയ്യുക എന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അടുത്ത് നോക്കിക്കേ, ലെറ്റ് വൺസ് ഗാർഡ് ഡൗൺ. ഗാർഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ അതിന്റെ അർത്ഥം? ഈ ഗാർഡ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇതാണ്, വിജിലൻസ്, അലേർട്ട് ആയിട്ടുള്ള കാര്യം, അലേർട്ട് ആയിട്ടിരിക്കുന്ന, അലേർട്ട്നെസ് അല്ലെങ്കിൽ കെയർഫുൾനെസ് എന്നൊക്കെ പറയും. അതിന്റെ ഗാർഡ് ഡൗൺ ചെയ്യുക മീൻസ് റിലാക്സ് ആൻഡ് സ്റ്റോപ്പ് ബീങ് കെയർഫുൾ, സ്റ്റോപ്പ് ബീങ് അലേർട്ട് ആവാതെ കുറച്ച് നേരത്തേക്ക് ഒന്ന് ലാവിഷ് ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ലെറ്റ് വൺസ് ഗാർഡ് ഡൗൺ. ഈ വണ്ണിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ദ ഇട്ട് കൊടുക്കാം, ലെറ്റ് ദ ഗാർഡ് ഡൗൺ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലെറ്റ് ഹിസ് ഗാർഡ്, ഹെർ ഗാർഡ്, ദെയർ ഗാർഡ്, റിൻറ്റൂസ് ഗാർഡ്, എനിത്തിങ് അറ്റ് ഓൾ. നിങ്ങൾക്ക് അവിടെ പൊസസീവ്സ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓർ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ക്യാൻ ബി യൂസ്ഡ്, ഒരു പ്രശ്നമില്ല കേട്ടോ. അത് ഓർത്തോണം. അലേർട്ട് എന്നുള്ള അർത്ഥവും ഇല്ലേ, അലേർട്ട്, ബീങ് അലേർട്ട് ഓർ കെയർഫുൾ എന്ന് ഓർത്തോണം കേട്ടോ. ആൻഡ് അടുത്ത വൺ ഈസ് പാരഡൈം ഷിഫ്റ്റ്. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഫണ്ടമെന്റൽ ചേഞ്ച് ഇൻ അപ്രോച്ച്, ഒരു മൊത്തത്തിലൊരു മാറ്റം എന്ന് പറയും. ദാറ്റ് ഇസ് പാരഡൈം ഷിഫ്റ്റ്. ഇപ്പൊ നമുക്കൊരു പാരഡൈം ഷിഫ്റ്റിന്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയും. വി നീഡ് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ ആർ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഈ അപ്രോച്ച് ഒന്ന് മാറ്റണം, ഒരു ഫണ്ടമെന്റൽ ചേഞ്ച് മൊത്തത്തിൽ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന എന്താ പറയാ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയാം. അതൊന്ന് ശ്രദ്ധിച്ചോണേ, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ഓർത്തോളാം. കോഴിക്കോടാരാണോ പറഞ്ഞു വരുമ്പോൾ? കോഴിക്കോട് എവിടെയാണ്? ഞാൻ ഇന്നലെ കോഴിക്കോട് വന്നായിരുന്നു, പറഞ്ഞില്ലല്ലോ. നമ്മുടെ കോഴിക്കോട് വന്നായിരുന്നു. ഞാൻ ഇന്നലെ ഉള്ളിയേരി ഭാഗത്ത് വന്നായിരുന്നു. ചുമ്മാ എൻ്റെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ട്രാവൽ പാർട്ട്ണറിൻ്റെ ചാച്ചൻ ഗ്രാൻഡ്പാ പുള്ളിക്ക് ഒരു കൂട്ടുപോയതാണ്. പുള്ളി പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും പോരട്ടെ, ഒറ്റയ്ക്ക് പോകണ്ടല്ലോ ചാച്ചാ എന്ന് പറഞ്ഞു. ഇന്നലെ ചുരം കാണാൻ നല്ല ഭംഗിയാണ്. ഇന്നലെ താമരശ്ശേരി ചുരം ഒന്ന് കാണണ്ടായിരുന്നു പിള്ളേരെ. ഓ മൈ ഗോഡ്, അടിപൊളി, സൂപ്പർ നല്ല മഴ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഡ്രിസ്ലിംഗ്. അതേ സമയത്ത് കോടമഞ്ഞിങ്ങനെ മൊത്തമായിട്ട് കാണാൻ പറ്റുന്നില്ല, നത്തിങ് ക്യാൻ ബി സീൻ, അത്ര മൂടി കിടക്കുമായിരുന്നു. ചുരം ഇറങ്ങി പയ്യെ അതിൻ്റെ കോടമഞ്ഞ് കുറഞ്ഞ് അങ്ങനെ അടിവാരം എത്തിയപ്പോഴേക്കും
കുറേ സമയം എടുത്തോട്ടെ, ഇറ്റ് ടേക്സ് 1.5 hours എടുത്തു. കാരണം അത്ര വണ്ടിയായിരുന്നു, എന്തോ ഒരു ആൾക്കായിരുന്നു, ടൂറിസ്റ്റുകളുടെ ഒരു ചാകരയായിരുന്നു ഇന്നലെ. പക്ഷേ ഇറ്റ് വാസ് സോ ഗ്രേറ്റ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് വണ്ടിക്ക് പോയി, കാറിന് പോയി, തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് വന്നത്. കാരണം ഒരു കാറ് കൊടുക്കാൻ വേണ്ടി പോയത് ഒരാവശ്യത്തിന്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ബസ്സിലായിരുന്നു. അത് രണ്ട് വെറൈറ്റി യാത്രയായിരുന്നു, കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നലെ കോഴിക്കോട് ഞാൻ വന്നായിരുന്നു, ഉള്ളേരി. കേട്ടോ റെജിനെ, ഞാൻ ഇന്നലെ നിൻ്റെ നാട്ടിലുണ്ടായിരുന്നു. അതാണ് കാര്യം. The captain's order was to stay the course even though the weather was capricious. That's great, Celine. That's a great sentence. Yes. People stay at course for meeting their day-to-day expenses. ML, great. That's great. Do you want to get the information at length? That's great, Pravi. She was very angry and she bring down the table. Illilla, bring down paralla Sanitha. She was very angry. Aval angry aayirunnu, past tense alle. So and കഴിഞ്ഞിട്ട് past tense കൊടുക്കണം. She was very angry and she brought down. Bring into past tense എന്താ? Brought, BROUGHT. Brought down the table. Okay, that's it. ഓ, എനിക്ക് മനസ്സിലായി. ഇത് ഏതാ ഉദ്ദേശിച്ചത്? മറ്റേതല്ലേ, നമ്മുടെ നഗുലേട്ട. എനിക്ക് എന്താ പറ്റിയ നഗുലേട്ട? അതാണോ? യാരത് അതല്ലേ? അല്ല, യാരതല്ലല്ലോ. നീ എന്നെ എങ്കിലും പോകെ വിടമാട്ടെ അല്ലേ? എനിക്ക് മനസ്സിലായി. മോദി met with ഹസീന. ഇല്ല. met with നമ്മൾ എപ്പോഴാണ് സീലിയൻ പറയുന്നത്? met with an situation, met with discussion, met with an accident, അങ്ങനെയുള്ളതാണ് വിത്ത് പറയാം. അല്ലാത്തപ്പോൾ വിത്ത് പറയരുത്. met a person. You met a person. I met Regin yesterday. ഇന്നലെ ഞാൻ റെജിനെ കണ്ടു കേട്ടോ എന്ന് പറയുവാണെങ്കിൽ I met Regin yesterday അങ്ങനെ പറയും. So മോദി met ഹസീന, വിത്ത് വേണ്ട, and discuss at length about various matters including water sharing policies between the two countries. Okay, പറയാം. She's not kid anymore, so let your guard down. That's great sentence, Shamas. ജോമി, ഗുഡ് മോർണിംഗ്. ഉഷാറാണോ? 2 ദിവസമായല്ലോ കണ്ടിട്ട്. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതുപോലെ തന്നെ തകൃതിയായിട്ട് കണ്ടക്കുന്നോ? മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? യെസ്, that's great. ആഹാ, ഇത് ബാലുശ്ശേരിയാണോ? ഞാൻ ഇന്നലെ ബാലുശ്ശേരി കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടല്ലേ ഉള്ളേരിയിലെത്തിയത്. സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര അറിയൂട്ടോ. എനിക്ക് സ്ഥലങ്ങൾ ഭയങ്കര പരിചയമാണ്. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പം മുതലേ യാത്രകളായതുകൊണ്ട് സ്ഥലം ഇസ് മൈ ഫേവറേറ്റ്. പീപ്പിൾ ആൻഡ് പ്ലേസസ് ആർ മൈ ഫേവറേറ്റ്സ്. എന്താ ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് വെച്ചാൽ മനുഷ്യർ ആൻഡ് പ്ലേസസ് ആണ്. ഓക്കെ, അപ്പോൾ ബാലുശ്ശേരി. അപ്പോൾ ഞാൻ ആ വഴിയെ കൂടി ഇങ്ങനെ യാത്ര ചെയ്തായിരുന്നു കേട്ടോ ഇന്നലെ. രാജപക്ഷ ഫാമിലി വാസ് ബ്രോട്ട് ഡൗൺ ഫ്രം പവർ ഇൻ ശ്രീലങ്ക. ദാറ്റ്സ് വൈ മീ നിയർ ടു NIT. വയ്യ നോക്കാൻ പറ്റിയ സ്ഥലമാണ്. വായ നോക്കാൻ പറ്റും എൻ്റെ റെജിനെ. ശരി, നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് NIT എടുത്തത്. He told me at length about his new job. That's great. The report regarding the KRL at length specifies the cost of the project. That's great, Emil. Withdraw the money today. Tomorrow is a red letter day. That's great. In line with the long-run development of the country, this decade witnessed a paradigm shift in the face of the economy. That's great. The name Attingalaniga brought her down. എൻ്റെ പൊന്നടാവേ, സങ്കടപ്പെടുത്തുന്നല്ലേ. The Twin Towers were brought down on 28th August 2022. Great. A paradigm shift is essential in order to bring down the attacks of stray dogs. Of course, അത് വേണം അല്ലേ? ഞാൻ ഇന്നലെ പറയും, ഞാൻ ഓർത്തു. ഞങ്ങൾ കൽപ്പറ്റ ടൗണിൽ വന്ന് ബസ് ഇറങ്ങി. കൽപ്പറ്റയിൽ അത്യാവശ്യത്തിന് ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പം എൻ്റെ പൊന്നെ, ബസ് സ്റ്റാൻഡ് ഈസ് സോ ഗുഡ്. പക്ഷേ അതിൻ്റെ ബാക്ക് വശത്തോട്ട് നോക്കിയാൽ തെരുനായ്ക്കളുടെ ഒരു ചാകരയാണ്. ഒന്ന് നമ്മൾ അവരെ ഒന്ന് പ്രൊവോക്ക് ചെയ്താൽ പിന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനം. പിന്നെ എഡിറ്റോറിയൽ നടത്താൻ ഞാൻ അവിടെ ഉണ്ടാവില്ലായിരുന്നു. അതാണ് അവസ്ഥ. Yes. Let's discuss the matter at length and take effective measures. That's great. After a break, Kohli came up with paradigm shift in the batting style and he made the innings red letter. That's great. They had to pull out all the stops to bring down the pandemic. That's great. Filling up of endorsement documents is mandatory as it is a red letter. As it is a red letter പറയില്ലടാ. As it is red letter. As it is important. അല്ലേ? ആസ് ഇറ്റ് ഈസ് മെമ്മറബിൾ എന്നല്ല വേണ്ടേ? അവിടെ റെഡ് ലെറ്ററിനെ നമുക്ക് ഒരിക്കലും എന്താക്കി പറയാൻ പറ്റത്തില്ല. നീ അതിനെ നൗൺ ആയിട്ട് പറയരുത്, കൊടുക്കരുത് കേട്ടോ ഷമാസെ. യെസ്. കേരള പീപ്പിൾ സ്റ്റാർട്ട് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ഓണം at length when they meet someone outside Kerala. അത് സത്യം. Despite she bring down her depression, does she bring down her depression? Yes, that's great sentence. അപ്പോൾ എങ്ങനെ പാരഡൈം ഷിഫ്റ്റ് വരത്തില്ലേ? അടുത്തലോട്ട് നോക്കിയേ. ആനസ് ഹോറിബിലിസ് എവിടുന്നാ? നമ്മുടെ ലാറ്റിനാ, വരത്തൻ ചേട്ടനാ. ഓക്കെ, അപ്പോൾ വരത്തനായിട്ടുള്ള ഒരു ഫ്രേസാണ്, ലാറ്റിൻ ഫ്രേസാണ് ആനസ്. ആനസ് മീൻസ് ഇയർ അല്ലേ? ആനസിനെ അറിയാലോ. ആനസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇയർ എന്നാണ്, ഇയർലി എന്നാണ്. ഇയറിന് ആനസ്. ആനുവൽ എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ ലാറ്റിനാ, വരത്തനാ. അതിന്റെ അർത്ഥം എന്താ? ഒരു വർഷത്തെ പറയുന്നത്. സോ ഇയർ എന്നാണ് അർത്ഥം. അപ്പോൾ ആനസ് ഹൊറിബിലിസ് എന്ന് പറഞ്ഞാൽ എ ഇയർ ഓഫ് ഡിസാസ്റ്റർ ഓർ മിസ്ഫോർച്യൂൺ. അതിനെയാണ് ആനസ് ഹൊറിബിലിസ്. ഒരു വർഷം ഹൊറിബിൾ ആയിരുന്നു എന്ന് പറയില്ലേ? ദാറ്റ്സ് ആനസ് ഹൊറിബിലിസ്. എ ഇയർ ഓഫ് ഡിസാസ്റ്റർ ഓർ മിസ്ഫോർച്യൂൺ, അതിനാണ് നമ്മൾ ആനസ് ഹൊറിബിലിസ് എന്ന് പറയാം. ലാറ്റിൻ ഫ്രേസ് ആണ്.
ഫ്രേസുകൾ ലാറ്റിൻ ഫ്രേസ് ഫോറിൻ ഫ്രേസ് തുടങ്ങുമ്പോൾ ഒരിക്കലും നമ്മൾ അതിന് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ഇട്ടേക്കണം. പക്ഷേ അടുത്തല്ല വിസാവി ഇട്ടപ്പോൾ ഞാൻ അറിയാതെ ഇട്ടും പോയി അങ്ങനെ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചേ വേണ്ടായിരുന്നു, അറിയാതെ പറ്റുക. എല്ലാം ഷോർട്ട് ലെറ്റേഴ്സിലായിട്ട് സ്മോൾ ലെറ്റേഴ്സിലാട്ടോ ഇടുക. അടുത്ത ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ ആയി, വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? ബ്രേക്ക് ഡൗൺ എന്താ അർത്ഥം? ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, സീസ് ടു ഫംഗ്ഷൻ, സ്റ്റോപ്പ് ടു ഫംഗ്ഷൻ, ഫംഗ്ഷൻ നിന്നുപോയി, അതിനെയാണല്ലോ സ്റ്റോപ്പ് വർക്കിംഗ്, അതിനെയാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. അല്ലാതെ വേറെ അർത്ഥം കൂടെ ഉണ്ട്, ഷീ ബ്രോക്ക് ഡൗൺ ഡ്യൂറിങ് ദ ട്രയൽ. ഇപ്പം കോർട്ടിൽ ഒരു ട്രയൽ എടുക്കുകയാണ്, ആ സമയത്ത് പുള്ളിക്കാരി ബ്രോക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ വീണു, കൊളാപ്സ് ചെയ്യും, തലറിഞ്ഞ് വീഴാല്ല പറയില്ലേ, അങ്ങനെ കുഴഞ്ഞു വീഴൊക്കെ പറയില്ലേ, അതിനെയും പറയും. അപ്പോൾ നമുക്ക് രണ്ട് ഇതുണ്ട്, മീനിങ് ഉണ്ട്, ശ്രദ്ധിച്ചോളാം. സീസ് ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ കൊളാപ്സ്, രണ്ടർത്ഥമുണ്ട്, രണ്ടർത്ഥവും ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടോ, അതുകൂടെ ഓർത്തോളാം. ഇതാണ് നമ്മുടെ ബ്രേക്ക് ഡൗണിൻ്റെ കഥ. അടുത്തത് ഷൈ എവേ. ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഷൈ എവേ. എന്താ അർത്ഥം? ട്രൈ ടു അവോയ്ഡ് സംതിങ് ഡ്യൂ ടു ഫിയർ, ഡിസ്ലൈക്ക് എക്സെട്ര. നെർവസ്നെസ് ആകാം, ഫിയർ ആകാം, ഡിസ്ലൈക്ക് ആകാം, അങ്ങനെ എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മളൊരു കാര്യത്തിന് അവോയ്ഡ് ചെയ്യണം. ഒരാളെയോ ഒരു വ്യക്തിയോ അവോയ്ഡ് ചെയ്തോ, നോ പ്രോബ്ലം. ഷൈ അവേ ഫ്രം സംതിങ് അല്ലേ, ഷൈ അവേ ഫ്രം, ഡോണ്ട് ഷൈ അവേ ഫ്രം ദിസ് എന്ന് നമ്മൾ പറയാം. ഫ്രം സംബഡി ഓർ ഫ്രം സംതിങ് എന്ന്. ഓക്കെ. പിന്നെ വിസവി, വൈസോ വിസ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ഇതിനെ പഠിച്ചിട്ടുണ്ടാവും. ഇത് വിസവി, ഇതും ലാറ്റിൻ ആണ്. വിസവി എന്നാണ് അർത്ഥം. രണ്ടർത്ഥം ഇതിനുണ്ട്, വിസവി, വിസവി ലാറ്റിൻ കേട്ടോ. വിസവിന്റെ അർത്ഥം എന്നാ? ഇൻ റിലേഷൻ ടു, വിത്ത് റിഗാർഡ് ടു അല്ലെങ്കിൽ ഇൻ റിലേഷൻ ടു എന്നൊരർത്ഥം, അല്ലെങ്കിൽ എ ഫേസ് ടു ഫേസ് മീറ്റിംഗ്, നേരിട്ടുള്ള ഫേസ് ടു ഫേസ് അല്ലെ എൻകൗണ്ടർ നമ്മൾ പറയാം. ഫേസ് ടു ഫേസ് മീറ്റിംഗിന് നമ്മൾ വിസവി എന്ന് തന്നെയാണ് പറയാം. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ വൈവ വോക്കെ അല്ലെ, വൈവ വോച്ചെ, വൈവ വോച്ചെ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ഈ വൈവ വോയ്സെ, വൈവ വോയ്സ് എന്നൊക്കെ അല്ല, വൈവ വോയ്സ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുക. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, വൈവ വോച്ചെ, അങ്ങനെയാണ്. അത് തന്നെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. സംഭവത്തുള്ളൂ, നമ്മൾ ഫേസ് ടു ഫേസ് ലൈവായിട്ട് കാണുന്ന അതിനാണ് ഈ പറയുന്നത് കാര്യം. എനിവേസ്, അടുത്ത എപ്പോക്കൽ. എപ്പോക്ക് എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും ഒരിക്കൽ അല്ലേ. എപ്പോക്ക് എന്ന വാക്കിൽ നിന്ന് വന്നതാണ് എപ്പോക്കൽ. എപ്പോക്കൽ ഇസ് എൻ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. പക്ഷെ എപ്പോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരാളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ അല്ല, ആ പീരിയഡ്, എന്താ പറയുക, ഒരാളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരിയഡിന് നമ്മൾ പറയുന്ന പേരാണ് എപ്പോക്ക്. ഒരു കാലഘട്ടം എന്ന് പറയില്ലേ, പീരിയഡ്, അതിനാണ് നമ്മളെന്താ ഒരു എപ്പോക്ക് എന്ന് പറയാം. ആ എപ്പോക്കിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ് എപ്പോക്കൽ. അതായത് ഹൈലി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് എന്നാണ് എപ്പോക്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ എപ്പോക്ക് എന്ന് പറഞ്ഞാൽ എ പീരിയഡ് ഓഫ് എ പേഴ്സൺസ് ലൈഫ്, എ വെരി ഇമ്പോർട്ടൻറ്റ് പീരിയഡ് ഓഫ് എ പേഴ്സൺസ് ലൈഫ്, എ ക്രൂഷ്യൽ പീരിയഡ് ഓഫ് എ പേഴ്സൺസ് ലൈഫ് എന്നാണ്. ഓക്കെ, ഓർത്തോണം, ക്രൂഷ്യൽ തന്നെ എഴുതാം. ഇപ്പോൾ നിങ്ങൾക്ക് അത് സെറ്റ് ആവും, അതൊന്ന് എഴുതി വെച്ചോണേ. രണ്ടിൻ്റെ മീനിങ് ഒന്ന് ഓർത്തോണം. എ ക്രൂഷ്യൽ പീരിയഡ് ഓഫ് എ പേഴ്സൺസ് ലൈഫ്, അതിനാണ് എപ്പോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോക്കൽ എന്ന് പറഞ്ഞാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നർത്ഥം. അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ്. അടുത്ത സെറ്റപ്പ് അറിയാലോ, സെറ്റപ്പ് ചെയ്തു വെച്ചാൽ എസ്റ്റാബ്ലിഷ് ചെയ്തു, കൺസ്ട്രക്ട് ചെയ്തു എന്നൊക്കെയാണ് അർത്ഥം. കേട്ട് പരിചയമുള്ളതാണല്ലോ. സോ അതിൽ ഞാൻ ഇടപെടുന്നില്ല. ലെറ്റ്സ് സീ യുവർ സെൻറ്റൻസസ്. ഓക്കെ ദാറ്റ്സ് ഗ്രേറ്റ്. ലെറ്റ് മീ ഗെറ്റ് യുവർ സെൻറ്റൻസസ്. അടുത്ത് എന്താണ്? ഐ എം ഫൈൻ. സെലിബ്രേറ്റ് ചെയ്യാണ് മക്കൾ അല്ലേ, നല്ല കാര്യം. ഉഷാറായിട്ടിരിക്കട്ടെ ജോമി, ഉഷാറായിട്ടിരിക്കുക, കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കട്ടെ. ബി കെയർഫുൾ വെൻ ലെറ്റിംഗ് യുവർ ഗാർഡ് ഡൗൺ ആൻഡ് ലെറ്റിംഗ് പീപ്പിൾ ഇൻ. ദാറ്റ്സ് ഗ്രേറ്റ് സെന്റൻസ്. അതെ, സൂക്ഷിച്ചോ. എന്നോടാണോ? നീ എന്നോടാണോ ഐ ലൈക്ക് പീപ്പിൾ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണോ നീ എന്നോട് പറഞ്ഞേ ഒരുപാട് പീപ്പിൾ ഇഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞത്? അതാണോടാ? A sudden death brought them down. That's great. Staying the course is essential for cracking competitive exams. Great. Finally, company adopted paradigm shift in its approach. Okay, the Onam celebrations was one of the റെഡ് ലെറ്റർ ഡേ ഫോർ മലയാളീസ്. ഓണം സെലിബ്രേഷൻസ് അല്ല, സെലിബ്രേഷൻ. എമ്മിലെ സെലിബ്രേഷൻസ് പറയുമ്പോൾ പ്ലൂറൽ ആയില്ലേ, അപ്പം ഇങ്ങനെ കൊടുക്കണം. ദ ഓണം സെലിബ്രേഷൻ വാസ് വൺ ഓഫ് ദി എന്ന്. ആയിരുന്നു എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? ഇപ്പം അല്ല, ആയിരുന്നു ആണെങ്കിലും സെന്റൻസ് റൈറ്റ്. ബട്ട് ഓണം സെലിബ്രേഷൻസ് ഇടുമ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ അല്ലെങ്കിൽ വേർബും പ്ലൂറൽ ആവണം. അതുകൊണ്ട് നീ സബ്ജക്റ്റ് സിംഗുലർ ആക്കി കൊടുത്തു, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓണം സെലിബ്രേഷൻ ഒരു ആഘോഷം എന്ന് പറയാം, ഓണാഘോഷം അല്ലേ. There must be a paradigm shift in our approach if we are to obtain the desired results. Cillian, great work, great work. Merlin, good morning, welcome back. 2018 was Annus Horribilis for Kerala. Ano le flood in the melam le. Do they believe this Onam is a red letter? Is a red letter la illilla? Pravi, a കൊടുക്കരുത്. റെഡ് ലെറ്റർ ഇസ് ആൻ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. അതിന് റെഡ് ലെറ്റർ ഡേ എന്നോ റെഡ് ലെറ്റർ ഈവന്റ് എന്നൊക്കെ കൊടുത്താൽ ഓക്കെ. അപ്പം ഡു ദേ ബിലീവ് ദിസ് ഓണം ഈസ് എ റെഡ് ലെറ്റർ ഡേ ഓർ എ റെഡ് ലെറ്റർ ഈവന്റ് ഫോർ ദം എന്ന് കൊടുത്താൽ ഓക്കെ. അവിടെ അല്ലെങ്കിൽ എ കൊടുക്കരുത്. ഡു ദേ ബിലീവ് ദിസ് ഓണം ഈസ് റെഡ് ലെറ്റർ ഫോർ ദം എന്ന് കൊടുത്തു. എ കൊടുക്കണ്ട. നൗൺ ഉണ്ടെങ്കിൽ മാത്രമേ എ കൊടുക്കുള്ളൂ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഓർ ആൻ, രണ്ടും എയോ ആനോ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ രണ്ടെണ്ണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, നമ്മൾ എന്തിനു കൂടെ അത് കൊടുക്കുക? ഓർത്ത് വെച്ചോണം, മറക്കാതെ ഓർത്ത് വെച്ചോ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിംഗുലർ ആയ കൗണ്ടബിൾ ആയ നൗണിൻ്റെ കൂടെ SCN അതിൻ്റെ കൂടെ കൊടുക്കാവുള്ളൂ. അതൊന്ന് ഓർത്തോണം. Early 2019 till early
2022 വാസ് കൺസിഡർ ആനസ് ഹൊറിബിലസ് ആണാണ് അല്ലേ, രണ്ടല്ലേ എന്താ പറയുക, കഷ്ടകാലം വരുമ്പോൾ കൂട്ടത്തോടെ നമ്മുടെ ഇവൻ പറഞ്ഞ പോലെ വെൻ പ്രോബ്ലംസ് കംസ് അല്ലേ, വെൻ പ്രോബ്ലംസ് കം ഇറ്റ് കംസ് ഇൻ ബറ്റാലിയൻ എന്ന് നമ്മുടെ ഷേക്സ്പിയർ പറഞ്ഞ പോലെ. 2019 proved to be an annus horribilis to all the Keralites. Yes, it does അല്ലേ, ആണ്. Due to interruption of power supply and the night party the night party broke down. All right, that's great. Every Onam was red letter day of Keralites. Yes, ആണ്. She broke down. അപ്പോൾ എവറി പറഞ്ഞതുകൊണ്ട് തന്നെ അത് പ്രസന്റിൽ പറയല്ലേ ജോമി, അപ്പോൾ പാസ്റ്റ് കൊടുക്കണ്ട. എവറി ഓണം, എല്ലാ ഓണവും മലയാളികൾക്ക് കേരളൈറ്റ്സിന് റെഡ് ലെറ്റർ ഡേ ആണ് എന്നല്ലേ, അപ്പോൾ അത് പ്രസന്റ് കൊടുത്തോ. എവറി ഓണം ഈസ് റെഡ് ലെറ്റർ ഡേ ഫോർ കേരളൈറ്റ്സ് എന്ന് കൊടുക്കുക കേട്ടോ. ഷീ ബ്രോക്കൺ ഡൗണോ ഇല്ലില്ല, നിത വെറും ബ്രോക്കൺ ഡൗൺ കൊടുക്കരുത്. ഒന്നെങ്കിൽ അതിന് എന്ത് കൊടുക്കണം, ഹാസോ ഹാവോ ഹാഡോ, കാരണം വെച്ചാൽ പെർഫെക്റ്റ് ടെൻസിലാണ് ബ്രോക്കൺ കൊടുക്കുക. അല്ലെങ്കിൽ ബ്രോക്ക് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വെറും ബ്രോക്ക്, വി ടു ബ്രോക്ക് അല്ലേ, ബ്രോക്കൺ അല്ല. ഒന്ന് കൊടുത്തോണേ, ഒന്ന് ശ്രദ്ധിക്കാം. ഷീ ബ്രോക്ക് ഡൗൺ ഓൺ ദ ഡെത്ത് ഓഫ് എ ഫാദർ, അല്ലെങ്കിൽ ഷീ ഹാഡ് ബ്രോക്കൺ ഡൗൺ പറഞ്ഞു കുഴപ്പമില്ല, അല്ലോ ഹാസ് കൊടുത്തോ കുഴപ്പമില്ല. മേ ബി ദ ഡെത്ത് ഓഫ് ക്വീൻ എലിസബത്ത് സെക്കൻഡ് ബിക്കംസ് annus horribilis for the United Kingdom. Maybe ചിലപ്പോൾ അതല്ലേ കൊള്ളാം. Introvert people always shy away from crowd. Yes. Do you think shy away is a good thing? Shy away is a good thing അല്ല, ഷൈയിങ് അവേ അവിടെ ജെറണ്ട് ആയിട്ടാണ് ചോദിക്കേണ്ടത്. ഷൈയിങ് അവേ ഒരു നല്ല കാര്യമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? കാരണം ഷൈയിങ് അവേ അവിടെ നൗൺ ആയിട്ടാണ് ചോദിക്കുക. ഷൈയിങ് അവേ ഒരു ഗുഡ് തിങ് ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ എന്നല്ലേ പ്രവി ചോദിച്ചേ. സോ യു ക്യാൻ യൂസ് ഇറ്റ് ലൈക്ക് ദിസ്, ഷൈയിങ് അവേ കേട്ടോ. ഇവിടെ ഈ സെന്റൻസിൽ ആംബർ ഹേർഡ് ബ്രോക്ക് ഡൗൺ ഇൻ കോർട്ട് ഡ്യൂറിംഗ് ദ ട്രയൽ. ദാറ്റ്സ് ഗ്രേറ്റ്. ഷീ ഓൾവേസ് ഷൈ അവേ ടു do something. All right. He doesn't shy away from controversy. That's great. She shied away from eating momos due to her aversion. All right. We can't shy away from the challenges in our life. Yes. The year 2004 was annus horribilis for Chennai as tsunami affected many people. Yes, it does. Well, it did. It never fits a warrior to shy away from a duel. Yeah, that's right. Her heart was broken when his death varla. When he died എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഡ്യൂറിങ് ഹിസ് ഡെത്ത് കൊടുത്തു, അല്ലെങ്കിൽ ഓൺ ഹിസ് ഡെത്ത് കൊടുത്തു. വെൻ ഒരു അഡ്ജക്റ്റീവ് ആണ് കേട്ടോ, വെൻ ഒരു കൺജങ്ഷൻ ആണ് കേട്ടോ ഗോപിക. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ക്ലോസ് കൊടുക്കണം. അപ്പോൾ എങ്ങനെ കൊടുക്കണം, വെൻ ഹി ഡൈഡ്, രണ്ട് രീതി പറയാം. ഹെർ ഹാർട്ട് വാസ് ബ്രോക്കൺ വെൻ ഹി ഡൈഡ് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം, ഹെർ ഹാർട്ട് വാസ് ബ്രോക്കൺ ഡ്യൂ ടു ഹിസ് ഡെത്ത് എന്ന് കൊടുത്തു, അവൻ്റെ ഡെത്ത് കാരണം എന്ന് കൊടുത്തു. Indian PM and China president allada, Gurudase Chinese president shall have a vis-a-vis at Shanghai G20 summit. Yes, that was an important law set up by government. Yes, that's great. My childhood was epochal in my life. Well, yeah, of course, great. Supreme Court SC shall have set up. Shall have set up illaloda. Shall have set up a good decision over street dog issues. Shall have ഇങ്ങനെ കൊടുക്കാം. സുപ്രീം കോർട്ട് മൈറ്റ് ഹാവ് പാസ്റ്റ് ടെൻസ് ഉള്ളതിൻ്റെ കൂടെ V3 ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചാൽ നീ പറയാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി നമുക്ക് പറയാം. ഇങ്ങനെ കൊടുക്കാം, സുപ്രീം കോർട്ട് മസ്റ്റ് ഹാവ് സെറ്റപ്പ് എന്ന് കൊടുക്കുക. കാരണം ഒരു സ്ട്രോങ് പോസിബിലിറ്റി ആണ് സുപ്രീം കോർട്ട് ഇത് ചെയ്യുമെന്ന്, അതല്ല നീ ഉദ്ദേശിക്കുന്നത്. അതിന് മസ്റ്റാ ബെസ്റ്റ് കേട്ടോ. ഗുരുദാസൻ സുപ്രീം കോർട്ട് മസ്റ്റ് ഹാവ് സെറ്റപ്പ് എ ഗുഡ് ഡിസിഷൻ ഓവർ സ്ട്രീറ്റ് ഡോഗ് ഇഷ്യൂസ് കൊടുക്കുക. ഒരു സെന്റൻസിൽ എപ്പോക്കൽ എന്നാണോ എപ്പോക്കൽ പീരിയഡ് എന്നാണോ പറയാം? എപ്പോക്കൽ പറയാം, എപ്പോക്കൽ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം, സ്റ്റേറ്റ് വേർബുകളിലൂടെ എപ്പോക്കൽ ഉപയോഗിക്കാം കേട്ടോ. ഇതാ നമുക്ക് അഡ്ജക്റ്റീവ് സ്റ്റേറ്റ് വേർബുകളിലൂടെ ഒക്കെ ഉപയോഗിക്കാം അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ നൗണിനെയോ പ്രൊനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോക്കൽ പീരിയഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, എപ്പോക്കൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അക്കോർഡിംഗ്ലി യു ക്യാൻ യൂസ് കേട്ടോ, അതൊരു പ്രശ്നമില്ല. വെൻ ഐ വാസ് ഇൻ സ്കൂൾ ഐ യൂസ് ടു ഹിയർ ദാറ്റ് 10th and 12th are the epochal period. Are the epochal period അല്ല, are the epochal periods of a student's life. ആണല്ലേ, നമ്മളെ പറ്റിച്ചതാണ്, അവരെന്നെ പറ്റിച്ചു. Childhood days were an epochal making period in the life of Hitler. Yes. After 3 annus horribilis, we celebrate Onam with whole family. Our players form is epochal for upcoming T20 World Cup. Yes, as per the agreement, the administrative head was set up in Travancore. Great. You should keep the pot boiling to reach greater heights in the prevailing era, since it serves an epochal period in the path of your career. That's great. She always shy away. She always shy away lanaga. She subject singular, verb singular kodukande. She always shies away, shies, shies away from getting from rumors. Yes, she has been shying away from getting married. All right, I should have not been shied away
മൈ സ്റ്റഡീസ് അറ്റ് ഓണം. ഷൈഡ് അവേ ഫ്രം മൈ സ്റ്റഡീസ്. അവിടെ ഫ്രം കൊടുക്കടാ ഉദാസെ, അന്നാ സെറ്റാ. ഐ ഷുഡ് ഹാവ് നോട്ട് ബീൻ ഷൈഡ് അവേ ഫ്രം മൈ സ്റ്റഡീസ് അറ്റ് ഓണം. യെസ്. കൃഷ്ണാഞ്ജന ഗുഡ് മോർണിംഗ്. ദ ഇന്നിങ്സ് ഓഫ് വിരാട് കോഹ്ലി വാസ് എ എപ്പോക്കൽ അല്ല, ആൻ എപ്പോക്കൽ. എമിലെ എപ്പോക്കൽ, എ സൗണ്ട് വവൽ സൗണ്ട് അല്ലേ, ആൻ എപ്പോക്കൽ. അനപ്പോക്കൽ വാട്ട്? അനപ്പോക്കൽ എറ, അനപ്പോക്കൽ പീരിയഡ് എന്തെങ്കിലും കൊടുക്കണം. അനപ്പോക്കൽ പീരിയഡ് ഓർ അനപ്പോക്കൽ ടൈം എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ആന് കൊടുക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, അഡ്ജക്റ്റീവ് കൊടുക്കുവാണെങ്കിൽ അഡ്ജക്റ്റീവിൻ്റെ കൂടെ ആന് കൊടുക്കുവാണെങ്കിൽ ഒരു നൗൺ വേണം, സിംഗുലറായ കൗണ്ടബിളായ നൗൺ. നൗൺ ഇല്ലെങ്കിൽ വെറും എപ്പോക്കൽ കൊടുത്താൽ മതി, ആനോ കൊടുക്കണ്ട കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണേ എമിലെ, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ എങ്ങനെ കൊടുക്കാം? ദ ഇന്നിങ്സ് ഓഫ് വിരാട് കോഹ്ലി വാസ് എപ്പോക്കൽ ഫോർ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസ്, അല്ലെങ്കിൽ അനപ്പോക്കൽ പീരിയഡ് ഓർ ടൈം എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇൻ മൈ ഒപ്പീനിയൻ, ഒപ്പീനിയന്റെ സ്പെല്ലിംഗ് അനഘ OPINION, opinion. 2018 flood was an annus horribilis for many people. Yet, yes, it was. Should not have been ennaanu ma'am. Should not ആണ് ഓക്കെ. നീ ഷാൽ നോട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാനത് തിരുത്തിയത്. ഷുഡ് നോട്ട് ഓക്കേടാ. ഓക്കെ. അതായത് ഒരു സജഷൻ പോലെ. യെസ്. ദ G7 leaders sat vis-a-vis at the table. That's great. Following the annus horribilis, the society as a whole shy away from the interactions. ഇല്ല, society as a whole, society ഒന്നേ ഉള്ളൂ. അപ്പോൾ അത് ഷൈ അവേ പറ്റില്ല, ഷൈസ് അവേ കൊടുക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ. Perlimani's vis-a-vis with Fafa was a masterpiece among the recent interviews in YouTube. ആണ്, സൂപ്പർ ആയിരുന്നു അല്ലേ? ഞാൻ ശ്രദ്ധിച്ചായിരുന്നത്. ഞാനത് കണ്ടായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നു, ഞാൻ കണ്ടായിരുന്നു. I agree. It is necessary a paradigm shift in Indian politics. It is necessary to have a paradigm shift, or it is necessary for a paradigm shift എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഷൈനി അവിടെ സംതിങ് ഇസ് മിസ്സിംഗ്. നെസസറി കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം? ഒരു preposition is missing. കേട്ടോ. The file was very epochal. That is great. Gopika said her decision was so epochal. That's great, Merlin. I am shy away from visiting hospital. I shy away. ഞാൻ ഹോസ്പിറ്റൽ വിസിറ്റിംഗിൽ നിന്ന് ഷൈ അവേ ചെയ്യാറുണ്ട്. ഐ ആം കൊടുക്കല്ലേ. ആം ഒരിക്കലും, അതായത് ബി ഫോർമുലേഷൻ ഒരിക്കലും നമ്മൾ V1ന്റെ കൂടെ കൊടുക്കില്ല കേട്ടോ ജോമി. അപ്പൊ ഐ ഷൈ അവേ കൊടുത്തു, അത് കറക്റ്റാ. മൈ ഫ്രണ്ട് ഓൾവേസ് ഷൈസ് അവേ ഫ്രം മെനി അഡ്വഞ്ചറസ് റൈഡ് ഇൻ വണ്ടർല ബിക്കോസ് ഹി ഹാസ് ഫിയർ ഓഫ് ഹൈറ്റ്സ്. പാവം, അവനെ കളിയാക്കി പറയില്ലേടാ അത്. കൊള്ളാം. പിന്നെ പേടിയുള്ളവർ എന്നാ ചെയ്യാൻ അല്ലേ? ഐ യൂസ് ടു ഷൈ അവേ ഫ്രം ഗെറ്റിംഗ് ഓൺ ദ സ്റ്റേജ്. ഓൾ റൈറ്റ്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഐ യൂസ് ടു എന്ന് പറയുമ്പോൾ തന്നെ കൃഷ്ണാഞ്ജന മാറിയെന്നല്ല അർത്ഥം. യു ഹാവ് ചേഞ്ച്ഡ് അല്ലേ? Yes, the 2020 was an annus horribilis due to COVID pandemic. Yes, it was. അല്ലേ? പാൻഡമിക്കിന്റെ സ്പെല്ലിംഗ് PAN ഇല്ല കേട്ടോ. പാൻഡമിക്. രണ്ടാമത്തെ ഒന്ന് കട്ട് ചെയ്യണേ സനിലെ, ചിലപ്പോൾ ടൈപ്പോ ആയിരിക്കും. ഇറ്റ്സ് ഓക്കെ. Lincoln's call for the abolition of slavery was an epochal moment in the country's history. Yes, it was. According to me എന്ന് പറയോ? അക്കോർഡിംഗ് ടു മീ പറയാട്ടോ. അക്കോർഡിംഗ് ടു മീ ഇന്ന് തെറ്റൊന്നുമില്ല. ഇൻ മൈ ഒപ്പീനിയൻ കറക്റ്റാ. സ്പെല്ലിങ്ങിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അക്കോർഡിംഗ് ടു മീ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അക്കോർഡിംഗ് ടു മീ എന്തിനു പറയരുതേ? ഒരിക്കലും എന്താ പറയാ, ഫോർമൽ റൈറ്റിംഗിൽ ഉപയോഗിക്കുക. ദാറ്റ്സ് നോട്ട് എ ഗുഡ് യൂസേജ്. നിങ്ങൾക്ക് ചുമ്മാ പറയാം, അല്ലാതെ അക്കോർഡിംഗ് ടു മീ പറയരുത്. ഓക്കെ. ഹീസ് ഷൈ അവേ ഫ്രം. ഷൈനി ഞാൻ വീണ്ടും പറഞ്ഞു, ബീഡ് കൂടെ ഒരിക്കലും V1 ഉപയോഗിക്കരുത്. അതെ, ഈസും ഷൈയും V1 അല്ലേ, അത് ഉപയോഗിക്കരുത്. ബീഡ് കൂടെ V1 ഉപയോഗിക്കല്ലേ. ഹി ഷൈ അവേ ഫ്രം എന്ന് കൊടുത്തത്. ഹി ഷൈസ് അവേ ഫ്രം നൈബർ ഫോർ അവോയ്ഡിംഗ് അൺനെസറി ടോക്സ് അബൌട്ട് ഹിസ് ജോബ് എന്ന് കൊടുക്കാം. ഓക്കെ. The Supreme Court put up the report with diligence. Moreover, it is marked to be a benchmark to set up the future interviewers. Great. That's great. ഇന്റർവ്യൂറിനോട് യു ഉണ്ട്. ഞാൻ ഇന്നാൾ പറഞ്ഞ ഓർമ്മയുണ്ടാവും. ബിഹേവിയർ, കളർ, ഫ്ലേവർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ അമേരിക്കൻ ഇംഗ്ലീഷിൽ യു ഇല്ല. ഇന്റർവ്യൂറിന് യു ഇല്ല അല്ലേ? പക്ഷേ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ യു ഉണ്ട്. VOUR ആണ്. അത് ഓർക്കണം. മെർലിൻ ഓൾവേസ്. ഞാൻ എന്തിനാ മുത്തേ ഇവിടെ ഇരിക്കണ? ഞാൻ ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടല്ലേ? ദാറ്റ്സ് ഇറ്റ് കേട്ടോ. It is necessary to set up a committee to discuss the floods at length. That's great. IOSL Translator course live കാണാൻ comment ചെയ്യാൻ പറ്റൂലേ? പറ്റും. IOSL പറ്റുമല്ലോ. പറ്റും. ഇതിലല്ലേ വെബ്സൈറ്റ് കൂടെ അല്ലേ കാണാം? IOS ആകുമ്പോൾ വെബ്സൈറ്റ് കൂടെ അല്ലേ കാണുന്നേ? പറ്റുമല്ലോ. കോമെന്റ് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. സഫീറ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് നേരെ പോകാം. ഇന്ന് നമുക്ക് കോഴ്സ് നമ്മുടെ മറ്റു വേർഡ്സിലോട്ട് പോട്ടോ. 17% ഡിസ്കൗണ്ട് ഉള്ളവരെ മറക്കണ്ട. അപ്പോൾ കോഡ് മറന്നിട്ടില്ലല്ലോ, Y314. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്, നിർബന്ധമായിട്ട് പറയാനുള്ള. ഫുഡ് കോർപ്പറേഷനെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഞാൻ പറയാം, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഇത്തവണ എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇത്തവണ വന്ന് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് അപ്ലൈ ചെയ്യാതെ പോയി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ തീരാൻ നഷ്ടം അതായിരിക്കും. അതുകൊണ്ട് ഒരുപാട് കോഴ്സിന് നോട്ടിഫിക്കേഷൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. കോഴ്സിന് ജോയിൻ ചെയ്യില്ല, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ബട്ട് അപ്ലൈ ചെയ്യുക ആൻഡ് പഠിക്കുക എന്നുള്ളത് എൻ്റെ സജഷനാണ്. അതെൻ്റെ പേഴ്സണൽ സജഷൻ ടു യു ആണ്.
അപ്ലൈ ചെയ്യുക ആൻഡ് പഠിക്കുക, എഴുതുക. ഇത്തവണ പഠിച്ചൊന്ന് എഴുതി നോക്കി. സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ജോലി ഇങ്ങനെ കയ്യിലിരിക്കും. അപ്പോൾ അടുത്ത ഓണത്തിന് നിങ്ങൾ ജോലിക്കാരായിട്ടല്ലേ ഇരിക്കാം. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇത്തവണത്തെ ഓണം നിങ്ങൾ ജോലി ഇല്ലാതെ ഞങ്ങളുടെ സ്റ്റുഡൻസ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അടുത്ത തവണ നിങ്ങൾ ജോലിക്കാരായിട്ടെന്ന് ഞങ്ങൾക്ക് പറയണം. ഞങ്ങളുടെ പഴയ കുട്ടികളായിരുന്നു ഇവരെന്ന് പറയാം. പഠിച്ചിട്ടേ പറയാമല്ലോ, ഞങ്ങളുടെ സ്റ്റുഡൻസ് ആയിരുന്നു, ഫോമർ സ്റ്റുഡൻസ് ആയിരുന്നു എന്ന് പറയാം. അതൊന്ന് ഓർത്ത് വെച്ചോളാം. അതൊരു വല്ലാത്തൊരു മൊമെന്റ് ആണ് കേട്ടോ. സോ ഡിഗ്രി പ്രിലിംസിന്റെ ലേറ്റസ്റ്റ് ക്വസ്റ്റൻ ഡിസ്കഷൻ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, തുടങ്ങിയിട്ടുണ്ട്. ഇൻ ദ സെൻസ് ക്ലാസ് ആരംഭിക്കാൻ പോകുന്നുള്ളൂ 12-ാം തീയതി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വേഗം ജോയിൻ ചെയ്യുക. കാര്യം വെച്ചാൽ വളരെ ഫൈനൽ ടച്ചിലാണ് പോകുന്നത്. നിങ്ങൾ കണ്ടായിരിക്കും കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ, ആ ലെവലിൽ ഇത് പോവാം. അപ്പം 1952 രൂപയാണ് കോഴ്സ് ഫീ. എന്താ ചെയ്യേണ്ടത്, കോഴ്സ് വന്ന് എടുക്കുക, കോഡ് അടിച്ചു കൊടുക്കുക. ആദ്യം തന്നെ കോഴ്സ് എടുക്കുക, ബൈ നൗ കൊടുക്കരുത്, സേവ് അല്ല വ്യൂ ഓഫേഴ്സ് കൊടുക്കുക, അതിൽ കോഡ് അടിച്ചു കൊടുക്കുക Y314. നിങ്ങൾക്ക് എന്താണ് 17% ഡിസ്കൗണ്ടോട് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കാൻ പിള്ളേരെ, എനിക്കത് പറയുള്ളൂ. പിന്നെ SSCയുടെ ഇനിയും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് CGLന്റെ മിക്കവാറും ഇന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന എൻ്റെ വിചാരം, ഇന്ന് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം CGL CHSL MTSന്റെ അപ്പോൾ CGLന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരും. ഡിസംബറിലാണ് എക്സാം വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കുക. കാര്യം നമ്മൾ 5 മാസത്തെ ഒരു ലോങ് ബാച്ചാണ് നമ്മൾ തുടങ്ങിയേക്കണേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ബാച്ച് ജോയിൻ ചെയ്യോ ഇല്ലയോ അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ പഠിക്കാതുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. കാരണം SSC എന്നൊക്കെ പറയുന്നത് ഇത്തവണത്തെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസിലൊന്നാണ്. അപ്പോൾ നമ്മുടെ ലോങ് ബാച്ചാണ് 3 മണിക്കും 6:30ക്കും 2 സെഷൻ, മൺഡേസ് വെൻസ്ഡേസ് ആൻഡ് ഫ്രൈഡേസ് ആണ് ക്ലാസ്സുകൾ. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. 2300-നുള്ളിൽ 2200 സംതിങ് എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ഇതിനുള്ളിലാണ് നിങ്ങൾക്ക് കോഴ്സ് ഫീ എന്തായാലും ഉണ്ടാവുള്ളൂ. Y314 ഉപയോഗിക്കാം, അങ്ങ് കോഴ്സ് പർച്ചേസ് ചെയ്യാം, പഠിക്കും പിള്ളേരെ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വേർഡ്സ്. വേർഡ്സ് നോക്കാം. വാറണ്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ വാറണ്ട് പഠിച്ചു. നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാറണ്ട്. വാറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഓതറൈസേഷൻ അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം ജസ്റ്റിഫൈ ചെയ്യുക ഓർ വിൻഡിക്കേറ്റ് ചെയ്യുക. ജസ്റ്റിഫൈ എന്നുള്ളത് വിൻഡിക്കേറ്റിന്റെ മറ്റൊരു വാക്കാണ് അല്ലേ. പിന്നെ വിൻഡിക്കേറ്റ് ചെയ്യുക, ജസ്റ്റിഫൈ, അല്ലെങ്കിൽ എന്താ പറയുക, ഓതറൈസ് ചെയ്യുന്ന പറഞ്ഞാൽ അഫേം ചെയ്യുക, ഉറപ്പിക്കുക അല്ലേ, ഗ്യാരണ്ടി ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇതൊക്കെയാണ് വേർബായിട്ട് വരും. ഗ്യാരണ്ടി, അഫേം എന്നൊക്കെയാണ് വേർബായിട്ടുള്ള മീനിങ്. വിൻഡിക്കേറ്റ് ഒക്കെ അതെ കേട്ടോ. അപ്പൊ അടുത്ത പെർസ്യൂട്ട്. കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചാൽ പ്രിലിംസിൽ, പ്ലസ് 2 പ്രിലിംസിൽ ചോദ്യം ചോദിച്ചാൽ പെർസ്യൂട്ടിന്റെ മീനിങ് എന്താ. പെർസ്യൂട്ടിന്റെ മീനിങ് സെർച്ച്, അന്വേഷണം, ക്വസ്റ്റ് അല്ലെങ്കിൽ ചേസിങ്, ആക്ടിവിറ്റി, വൊക്കേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അതിനാണ് പെർസ്യൂട്ട് എന്ന് പറയാം. നൗൺ ആണ്. പെർസ്യൂ ചെയ്യുന്നതിന്റെ പെർസ്യൂ അല്ലേ. പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് കേട്ടിട്ടില്ലേ. പെർസ്യൂ എന്ന വാക്കിന്റെ വേർബിന്റെ നൗൺ ഫോർമുലേഷൻ ആണ് പെർസ്യൂട്ട്. അടുത്തത് ഇക്വിറ്റബിൾ. ഇറ്റ്സ് നോട്ട് ഈക്വൽ. ഇക്വിറ്റബിൾ ഇസ് ഡിഫറെന്റ്. ഇക്വിറ്റബിൾ അതാണ്. ഈക്വിറ്റിയും ഈക്വലും രണ്ടാണെന്ന് ഞാൻ എപ്പോഴും നിങ്ങൾ പറയാറുണ്ട്. ഇക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി രണ്ടാണെന്നല്ലേ. അപ്പം ഇക്വിറ്റി എന്ന് പറഞ്ഞ സാധനമാണ് ഇത്. ഇക്വിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി എന്ന നൗണിന്റെ ആണേ, ഓർത്തോണം. ഞാനത് പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇക്വിറ്റി എന്നതിന്റെ എന്ന നൗണിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് ഇക്വിറ്റബിൾ. അപ്പം ഇക്വിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം, ഫെയർ. എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നതാണോ, അല്ല. എല്ലാവർക്കും എൻ്റെ കയ്യിൽ 100 രൂപ, ഞാൻ എപ്പോഴും പറയും ഈക്വാലിറ്റി അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എൻ്റെ 100 രൂപയുണ്ട്, 10 പേർക്ക് ഞാൻ എങ്ങനെ പൈസ കൊടുക്കും, 10 രൂപ വെച്ച് കൊടുക്കും. അത് ഉള്ളവനും 10, ഇല്ലാത്തവനും 10 അങ്ങനെ. പക്ഷേ ഞാൻ ഇക്വിറ്റിയോട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇക്വിറ്റബിൾ ആയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫെയർ ആയിട്ട്, 1 രൂപയുള്ളവന് 9 അല്ലെ, 10 രൂപ കൊടുക്കണമെങ്കിൽ അങ്ങനെയല്ല കൊടുക്കുക. 1 രൂപയുള്ളവന് 9, 10 രൂപയുള്ളവന് പൈസ കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഫെയർ ആവുക ആണേ. അല്ല 9 രൂപയുള്ള 1 രൂപ കൊടുത്താൽ മതി. കാരണം ദാറ്റ് ഇസ് ഫെയർ. അങ്ങനെയാണ് അതിനെ ഫെയർ ആക്കുക അല്ലേ. നമുക്ക് അതിനെ സെറ്റാക്കി എടുക്കാം. ജസ്റ്റ്, ഇംപാർഷ്യൽ, ആർക്കും പാർഷ്യലായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അൺബൈസ്ഡ് ആണ്, ആരെയും നോക്കി ചെയ്യേണ്ട, എൻ്റെ സ്വന്തം മനസാക്ഷിക്ക് തോന്നിയ സബ്ജക്റ്റീവായിട്ട് ഞാൻ തീരുമാനം എടുക്കും. ദാറ്റ് ഇസ് ഇക്വിറ്റബിൾ. അടുത്തത് ത്രഷ് ഹോൾഡ്. കേട്ട് പരിചയമുണ്ട്. നൗൺ ആണല്ലേ. മാഗ്നിറ്റ്യൂഡ്, ഇന്റൻസിറ്റി, ലെവൽ, ലിമിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ത്രഷ് ഹോൾഡ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, കേട്ട് പരിചയമുള്ള സാധനം തന്നെ. അടുത്ത പ്രൊപ്പൻസിറ്റി. പ്രൊപ്പൻസ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ നമ്മുടെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവില്ല. ഒരുപാട് തവണ കേട്ട് പരിചയമുണ്ട്. ഞാൻ പ്ലസ് 2 ഒക്കെ പഠിച്ചപ്പോൾ ഫിസിക്സ്, ഞാൻ ബയോമാത്തായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഒരുപാട് തവണ പ്രൊപ്പൻസിറ്റി ഒക്കെ. പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്നത് അർത്ഥം ടെൻഡൻസി, ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ പ്രോൺനെസ് ഓർ പ്രൊക്ലൈവിറ്റി. കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ഇതൊക്കെയാണ് പ്രൊപ്പൻസിറ്റി എന്ന വാക്കിന്റെ അർത്ഥം. പ്രൊക്ലൈവിറ്റി, ഒരു ചായ്വ്, നമുക്ക് ഓരോ കാര്യത്തോടെ ഒരു ചായ്വ് പറയില്ലേ, അതാണ് പ്രൊപ്പൻസിറ്റി. ടുവേർഡ് സംതിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് പ്രൊക്ലൈവിറ്റി, പ്രൊപ്പൻസിറ്റി എന്നുള്ള വാക്കുകൾ ഓർത്ത് വെച്ചോളാം. യാ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകാം. ഓട്ടോ കറക്റ്റ് ആയതാണോ എന്നാ ഇറ്റ്സ് ഓക്കെ ഉമ, എന്നാ പ്രശ്നമില്ല. സം റിലേറ്റീവ് മേ കോസ് ഓഫ് ബ്രോക്കൺ ഡൗൺ ഓഫ് മെനി യങ്സ്റ്റേഴ്സ്. ഇങ്ങനെ അനുപേ, സം റിലേറ്റീവ് എന്ന് പറയില്ല, സം റിലേറ്റീവ്സ്, ചില റിലേറ്റീവ്സ്. സമ്മിൻ്റെ കൂടെ എപ്പോഴും കൗണ്ടബിൾ ഉപയോഗിക്കുന്നെങ്കിൽ പ്ലൂറലേ ഉപയോഗിക്കാവുള്ളൂ, നിർബന്ധമായിട്ട് ഓർക്കുക കേട്ടോ അനുപേ. സം റിലേറ്റീവ്സ് മേ ബി ദ കോസ് ഓഫ് ബ്രോക്കൺ ഡൗൺ ഓഫ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് മെനി യങ്സ്റ്റേഴ്സ് ലൈഫ്. ആണ്, ചില റിലേറ്റീവ്സ് ആണ് കാരണം അല്ലേ, കൊളവാക്കും. ഡയമണ്ട് ലീഗ് വിന്നിംഗ് ഓഫ് നീരജ് മെയ്ഡ് ആൻ എപ്പോക്കൽ ഇൻ അൻ എപ്പോക്കൽ പറയില്ലടാ, മെയ്ഡ് എപ്പോക്കൽ ഇൻ ഹിസ് ലൈഫ് എന്ന് കൊടുത്താൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ മെയ്ഡ് ആൻ എപ്പോക്കൽ ടൈം, an epochal era in his career with first winner of Diamond League from India.
അങ്ങനെ കൊടുക്കണേ. എപ്പോക്കൽ അഡ്ജക്റ്റീവ് അല്ലേ, അല്ലെങ്കിൽ എപ്പോക്ക് എന്ന് പറയാം. മെയ്ഡ് ആൻ എപ്പോക്ക് എന്ന് പറഞ്ഞു, അപ്പോൾ സെറ്റാ. മെയ്ഡ് ആൻ എപ്പോക്ക് നൗണായിട്ട് കൊടുത്തു നീ, അപ്പോൾ കുഴപ്പമില്ല. വിനയൻ കംസ് അപ്പ് വിത്ത് എ ലോഡബിൾ മൂവി ആഫ്റ്റർ സ്റ്റേയിങ് ദ കോഴ്സ്. ആണ് കുറേ നാളുകൾക്ക് ശേഷം അല്ലേ, നല്ല റിവ്യൂ കേട്ടു. കണ്ടായിരുന്നു ആരെങ്കിലും 19ാം നൂറ്റാണ്ട്? എനിക്ക് സിനിമ കാണാൻ സമയം കിട്ടില്ല, യാത്രയ്ക്കുള്ള സമയം കിട്ടുള്ളൂ. സിനിമ കണ്ടായിരുന്നോ? 19ാം നൂറ്റാണ്ട് എങ്ങനെ ഉണ്ടെന്ന് പോയി കാണുന്നുണ്ട്. രാജേശ്വരി ഹായ്, വെൽക്കം ബാക്ക്. എത്ര കാലമായി കണ്ടിട്ട്, സുഖാണോ? എവിടെയാണ്? ഇവിടേക്ക് ഉണ്ടോ? ആളിവിടെ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നല്ലോ, കുറേ നാളായി കണ്ടിട്ട്. വെൽക്കം ബാക്ക് കേട്ടോ. ഇറ്റ് ടുക്ക് എ ലോങ് ടൈം ഫോർ ഹിം ടു സെറ്റ് അപ്പ് ദ ഫൗണ്ടേഷൻ. FCI എക്സാമിൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്നായിരിക്കും? FCI എക്സാം മിക്കവാറും നവംബർ ലാസ്റ്റിലോ അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ ആയിരിക്കും വരുന്നതിനൊക്കെ. അപ്ലൈ ചെയ്യണേ, പഠിക്കണേ, നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഫുഡ് കോർപ്പറേഷനിലൊക്കെ ജോലി കിട്ടുക പറഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്. കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ് ജോലി. അതാ പറഞ്ഞത്. സംഭവം എടുത്ത് എഴുതുക. കാരണം ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ SSC ലെവൽ, പണ്ട് ഇത് SSCൻ്റെ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിരുന്ന. ഇപ്പോൾ അവർ ക്വാസി ബോഡിയിട്ട് സ്വന്തമായിട്ട് എക്സാം നടത്തുന്നത്. അതാണ് വ്യത്യാസം. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് യുവേഴ്സ് ലുക്ക് ലൈക്ക് എ ത്രെറ്റ് ആൻഡ് അഡ്വൈസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു വിഷ്ണുരാജ്. ത്രെറ്റ് അല്ലടാ, നോ, ഞാൻ അങ്ങനെയല്ല, എൻ്റെ ടോൺ അതല്ല. SCJC എക്സാം ഡേറ്റ് എന്നായിരിക്കും? ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് അല്ലേ, സുപ്രീം കോർട്ടിൻ്റെ. അത് മിക്കവാറും സെപ്റ്റംബർ കഴിയുന്നു ഞാൻ പറഞ്ഞത്. സെപ്റ്റംബർ എനിക്ക് തോന്നുന്നത് അത് മിക്കവാറും ഒരു ഡിസംബറൊക്കെ ആവുമായിരിക്കും ഇവിടെ ഒരു ദിവസം. അതാണ്. പഠിച്ചോട്ടെ, പഠിത്തം മുടക്കല്ലേ. ഹി പെർസ്യൂഡ് ഹിസ് കാർ കീ. ഹി പെർസ്യൂഡ്, പെർസ്യൂ വേർബ് അല്ലേ, അപ്പൊ പെർസ്യൂ കൊടുക്കുക, അല്ലെങ്കിൽ ഹിസ് പെർസ്യൂട്ട്, അവന്റെ ജേർണി, സെർച്ച് എന്ന് പറയണം. പെർസ്യൂട്ട് നൗൺ ഒരിക്കലും നമ്മൾ വേർബിന്റെ സ്ഥാനത്ത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഗോപിക. ഹി പെർസ്യൂഡ് ഹിസ് കാർ കീ കൊടുത്തു, അപ്പൊ കറക്റ്റ്. ദി ഗവൺമെന്റ് വാറന്റഡ് ടു ദ സുപ്രീം കോർട്ട് റിഗാർഡിംഗ് ദി ഇഷ്യൂ ഓഫ് KSRTC. ഓൾ റൈറ്റ്. The warrant provided by the health department is inadequate with respect to rabies vaccine. Okay. He was very equitable. That's great. Pursuit of happiness is a never-ending process. Yes, it is. Pursuing alla, Emile, pursuit in the noun alle, pursuit is noun alle. Verb ആയിട്ട് വരുമ്പോൾ pursuing അല്ലടാ, pursuing അവിടെ SUING കേട്ടോ. Sorry, SUING, pursuing, yes. Pursuing one's dream will help to achieve success. That's great. പക്ഷെ പെർസ്യൂട്ടിങ് അല്ലെന്ന് ഓർത്തോണേ. വാസ് ഹിസ് ആക്ഷൻ സോ ഗ്രൂസം ആസ് ടു വാറന്റ് എ ക്യാപിറ്റൽ പണിഷ്മെന്റ്? ഗ്രേറ്റ് സെന്റൻസ്. പെർസ്യൂട്ട് ഓഫ് നോളജ് ഇസ് ഗുഡ് ഹാബിറ്റ് ഫോർ എവ്രിവൺ. യെസ്, അത് നിലയ്ക്കരുത് അല്ലേ. യു ഹാവ് ടു ബി എ സ്റ്റുഡന്റ് ഓൾവേസ് ഇൻ യുവർ ലൈഫ് എന്നാ പറയണേ. ദ കോപ്സ് എൻഗേജ് ഇൻ എ ഹോട്ട് പെർസ്യൂട്ട് to catch the bank robbers. That's great sentence. The equitable verdict is an important feature of a judiciary. That's great. The warrant issued lately is a red letter. Is a red letter. Adi. Uma, is a red letter? No, it's a red letter 1 എന്ന് കൊടുത്തു. ഞാൻ പറഞ്ഞു നമ്മൾ A കൊടുക്കുവാണെങ്കിൽ അവിടെ നൗൺ വേണം. അവിടെ നൗൺ ഇല്ലെങ്കിൽ ഈസ് റെഡ് ലെറ്റർ എന്ന് മാത്രം മതി. A കൊടുക്കരുത്. AO ആനോസ് SCN സിംഗുലർ കൗണ്ടബിൾ നൗണിന്റെ കൂടെ മാത്രം. ഈസ് റെഡ് ലെറ്റർ ഇൻ ദ ഫേസ് ഓഫ് അച്ചീവിംഗ് ഇക്വാലിറ്റി. ഹാബിഞ്ചസിനും പറയില്ലേ മിസ്സേ? നീ മിസ്സേ തന്നെ വിളിക്കുമ്പോൾ എനിക്ക് അതാ ഞാൻ ഓർമ്മ. ഹാബിഞ്ചസിനും പറയില്ല എന്തിന്റെ ആടാ ഹാർബിഞ്ചർ സിനിമ വരുന്നത്? എന്തിന്റെ സിനിമ? ടെൻഡൻസിയോ? ഇല്ല, ഹാർബിഞ്ചർ എന്ന് പറഞ്ഞാൽ സൈൻ അല്ലേ, ഇൻഡിക്കേറ്റർ അല്ലേ. അതങ്ങനെ അതിന്റെ ഇത് വരുന്നത്? അതിന്റെ ആണോ നീ ചോദിച്ചേ? ആ സിനിമ വരില്ല. There should be equitable distribution of wages among the employees so that discrimination can be avoided. Okay, that's great sentence. The propensity of judiciary in providing fair and equitable decisions. ആരതി കൊടുത്തിട്ടുണ്ട്, ഒന്ന് A കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് നല്ല അർത്ഥം. അതിൻ്റെ കൂടെ ഡിസിഷൻസ് വരിക. എ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഡിസിഷൻ ടു സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇസ് കമന്റബിൾ. A കൊടുത്താൽ പ്ലൂറൽ നൗൺ അല്ല കൂടെ സിംഗുലർ കൗണ്ടബിൾ നൗൺ. അപ്പോൾ ആ ഡിസിഷൻസ് കട്ട് ചെയ്ത് കളയോ, അല്ലെങ്കിൽ A കട്ട് ചെയ്ത് ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്തോണം, രണ്ടുകൂടെ ഒരുമിച്ച് വരത്തില്ല കേട്ടോ, അത് തെറ്റാ. The threshold of fever worsened as COVID kicked in. That's great sentence. Financial assistance should be assisto. ഫിനാൻഷ്യൽ അസിസ്റ്റോ ഇല്ല, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൗൺ അല്ല നീ ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, assist is a verb. Assistance should be done in line with equity than equality. That's great. It's correct. It is better to live the dream rather than pursuing. Okay, live the dream. ഓടി പിടിക്കാൻ പോകുമ്പോഴേക്കും ചിലപ്പോൾ അത് ഉണ്ടാവില്ലേ എന്ന് പറയില്ല. കഷ്ടത്തിലുള്ള ഉത്തരത്തെ വേണം താനും കഷ്ടത്തിൽ പോകാൻ പാടില്ല എന്നുള്ള നിന്ന ഒന്നും കിട്ടാത്ത അവസ്ഥയായിരിക്കും എന്ന് പറയുന്ന പോലെയാ. I have a threshold in your life. Okay, Gopika, that's great. The recurring rains tested the threshold of the reservoir. Yes, some thresholds are never met. All right, that's great. മിസ് ഹൈക്കോർട്ട് ട്രാൻസ്ലേറ്റ് എക്സാമിന് FCIയുടെ എക്സാമിന് ഡിസംബറിൽ തന്നെ ആകുമോ? വരൂടാ. കാരണം വെച്ചാൽ FCI വേറൊരു ബോഡിയാണ്, ഇറ്റ്സ് സെൻട്രൽ ഗവൺമെന്റ് ബോഡിയാണ്. ഹൈക്കോർട്ട് ഇസ് നമ്മുടെ കേരളത്തിന്റെ ഹൈക്കോർട്ടാണ്. അത് വേറെ രണ്ട് ബോഡീസാണ്. ഓഫ് കോഴ്സ് നമ്മൾ നോർമലി നമ്മുടെ ഹൈക്കോർട്ടിന്റെ എക്സാംസ് വരുന്നത് ഡിസംബർ അല്ലെങ്കിൽ ജാനിലായിരിക്കും. FCI നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മേ ബി ഡിസംബർ ആയിരിക്കും, അല്ലെങ്കിൽ ജാൻ ആകാം. നമുക്ക് കേട്ടോ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. മൗഗ്ലി വാസ് പെർസ്യൂയിങ് ദ സ്നേക്ക് കാർ. യെസ്, ഗ്രേറ്റ്. ഇൻഡിക്കേഷൻ. ഇൻഡിക്കേഷൻ
എന്തിൻ്റെ ഇതാടാ നീ ഉദ്ദേശിക്കുന്നത്? ഇൻഡിക്കേഷൻ്റെ ഇതായിട്ട് വരുമോന്നോ? ഏത്? ഇൻഡിക്കേഷൻ്റെ ഇതാണ്, സിനോണിം ആണ് നമ്മുടെ ഹാർബിഞ്ചർ. യെസ് ആണടാ. How far will you go in pursuit of your passion determines your success. That's great. Abhinay, good morning. എവിടായിരുന്നു? ഉറങ്ങിയോ? His propine was merely robbery. Propensity. Propine ചെയ്യുക is verb വരും അല്ലേ? The court made an inequitable warrant in the Bilgis Banu case. Yes, great. അസിസ്റ്റൻസ് എൻ്റെ ഉദ്ദേശിച്ച ടൈപ്പ് സീലിനാണോ ടൈപ്പ്? ഓക്കെ, ഇറ്റ്സ് ഓക്കെ ദെൻ. ഞാൻ വിചാരിച്ചു എന്നാ പറ്റി നിൽക്കുന്നത്, ഇത്ര നല്ല അടിപൊളി ക്ലാസ് സെൻറ്റൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടേ അസിസ്റ്റന്റ് നീ എഴുതി വെച്ചല്ലോ എന്ന് ഞാൻ ഓർത്തു. The probe prevailed progressively in the hands of the convicts of propensity to escape. That's great. Moving on people, moving on to next set, deleterious. Deleterious എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Dangerous അല്ലെങ്കിൽ harmful, damaging, detrimental. അതാണ് ഡിലീറ്റീരിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, പാലാപ്പള്ളി ഞാൻ ഇന്നലെ കേട്ടു. റെജിൻ ഇവിടെ ഇല്ലല്ലോ, റെജിൻ പോയെന്ന് തോന്നുന്നു. എനിവേസ്, പാലാപ്പള്ളി ഇന്നലെ ഞാൻ കേട്ടു. ഞാൻ ഇന്നലെ ബസ്സിൽ വന്നപ്പോൾ ബസ്സിലൊരു പാട്ട് അവരിട്ടു, പുതിയ പാട്ടുകളാണ് കുറേ ഇട്ടത്. അപ്പം പാലപ്പള്ളി ഇട്ടു. അപ്പം ഞാൻ കേട്ടു, പാലപ്പള്ളി ഞാൻ എവിടെയോ കേട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്നു പറയട്ടെ, ഞാൻ എൻ്റെ ഇതൊന്ന് ഷെയർ ചെയ്യട്ടെ നിങ്ങളുമായിട്ട്. അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളെല്ലാവരും ഓർത്തോളൂ. എഡിറ്റോറിയൽ മൊത്തം ഓർത്തു. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഈ എഡിറ്റോറിയൽ 2 ദിവസം ആയല്ലോ ഓർത്തു. ഞാൻ എന്താ നാളെ രാവിലെ നേരത്തെ എണീറ്റ് എഡിറ്റോറിയൽ ചെയ്യുന്നൊക്കെ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പം ഈ പാലപ്പള്ളി കേട്ടപ്പോൾ എനിക്ക് നല്ല പരിചയമായിട്ട് കേട്ടോ. ഞാനിത് കേട്ടിട്ട് പോലുമില്ല, പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് ഒറ്റയടിക്കാന്ന് പെട്ടെന്ന് ലിറിക്സ് എൻ്റെ വായിലോട്ട് വന്നു. പെട്ടെന്ന് ഞാൻ പാടി എൻ്റെ കൂടെ ഇരുന്ന്. അപ്പോഴേ ഞാനിങ്ങനെ പാടുക വെച്ചിട്ട് ബസ്സിൽ നിന്നൊക്കെ പാട്ടൊക്കെ പാടും. ചിലരൊക്കെ എന്നെ നോക്കും, ഞാൻ മൈൻഡ് ഒന്നുമില്ല, കാരണം ചെറുതായിട്ട് പാടും, ചെറുതായിട്ട് മൂളിപ്പാട്ട്. പക്ഷെ മൂളിപ്പാടുമ്പോഴും അടുത്തുള്ളവർക്ക് അറിയാലോ, ഒരാൾ പാടുമ്പോൾ അവരിങ്ങനെ ശ്രദ്ധിക്കും. അതാണ്, അങ്ങനെ ഒരാളാണ് ഞാൻ. ആ മൊമെന്റിലിരിക്കുമ്പോൾ സീസ് ദ മൊമെന്റ്. അങ്ങനെയാണ് സീസ് ദ മൊമെന്റ്. യാത്രയിൽ പോകുമ്പം ഞാൻ ആ ഭംഗി, എന്താ പറയുക, പ്രകൃതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, പ്ലേസസ് ആൻഡ് പീപ്പിൾ, ആൾക്കാരെ ഞാൻ വല്ലാണ്ട് ഒരുപാട് പെട്ടെന്ന് ആൾക്കാരോട് പരിചയപ്പെടും. എല്ലാവരോടും എൻ്റെ കൂടെ എടുത്തിരുന്ന എല്ലാ ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു ബസ് വന്നപ്പോഴേക്കേ. അപ്പോൾ ഞാൻ ഈ പാട്ടും കേട്ട് പാട്ട് പാടുമായിരുന്നു. അങ്ങനെ പ്രകൃതി അങ്ങനെ വല്ലാണ്ട് അങ്ങനെ എന്താ പറയുക, അതിങ്ങനെ ഞാൻ അബ്സോർബ് ചെയ്തെടുക്കും. ഞാൻ അങ്ങനെയാണ് പാട്ട് പഠിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ഓർത്ത് തരാമെന്ന് പറയട്ടെ, നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനെ ഞാൻ ഭയങ്കരമായിട്ട് ഓർത്ത്. എന്ന് വെച്ചാൽ പുള്ളിക്കാരനായിരുന്നു ആ പാട്ട് പാടേണ്ടതെന്ന് എൻ്റെ മനസ്സ് പറയാം. കാരണം വെച്ചാൽ പുള്ളി പാടിയിരുന്നെങ്കിൽ അല്ലേ എന്നാ സൂപ്പറായനെ. പുള്ളിയുടെ തന്നെ എനിക്ക് തോന്നുന്നു, പുള്ളിയുടെ സ്റ്റൈൽ തന്നെ. പുള്ളി പണ്ട് പാടിയ പാട്ടുകളുടെ പല ഇതുമായിട്ട്, കാരണം ഇതൊരു നാടൻ പാട്ടിൻ്റെ ഇതല്ലേ. അപ്പോൾ പുള്ളിയുടെ ആ പാട്ടിൻ്റെ ഭയങ്കരമായിട്ട് എന്താണ്, എനിക്ക് ആ ലിങ്ക് ഓഫ് ദ ലിങ്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളിയെ മിസ് ചെയ്തു. അത് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞതേ സന്തോഷം ഒന്ന് പങ്കുവെക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഡെൻറ്റ് എന്ന് പറഞ്ഞാൽ നൗണായിട്ട് വെർബായിട്ട് ഉപയോഗിക്കാം. റിഡക്ഷൻ, ഡിൻറ്റ്, കുറവ് എന്നുള്ള അർത്ഥം. റിഡക്ഷൻ, ഡിൻറ്റ് എന്ന് പറയാം. പിന്നെ ഒരു ഡിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഴിവ് അല്ലെങ്കിൽ ഒരു കുറവ് അല്ലേ, അതാണ്. പിന്നെ ഡിമിനിഷ് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക, ലെസൺ ചെയ്യുക എന്നൊക്കെയാണ് ഡെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. പിന്നെ കാറ്റലൈസ്. എന്താ കാറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ? കാറ്റലിസ്റ്റ് അറിയാലോ, കാറ്റലിസ്റ്റ് അറിയാലേ. കാറ്റലിസ്റ്റ് പറഞ്ഞാൽ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാ ഉപയോഗിക്കുന്ന ഒരു റിയാക്ഷൻ്റെ നൗൺ അല്ലേ, കാറ്റലിസ്റ്റ് നൗൺ. കാറ്റലൈസ് ചെയ്തതിൻ്റെ വേർബ്. അപ്പോൾ ഒരു റിയാക്ഷനെ ഓൾട്ടർ ചെയ്യാൻ, അതിൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്നാ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതാവോ അതിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ യു ബിഹേവ്ഡ് ആസ് എ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നീ അവിടെ കയറി ഇടപെടണ്ടായിരുന്നു, ഓൾട്ടർ ചെയ്യാൻ നീ കാരണം ഒന്നുകൊണ്ട് മാറി, മീഡിയേറ്റർ ആയിട്ട് നിൽക്കുക. അതാണ് കാറ്റലിസ്റ്റ് അർത്ഥം. അപ്പോൾ കാറ്റലൈസ് എന്ന് പറഞ്ഞാൽ ഇമ്പൽ ചെയ്യുക, കോസ് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക, ആക്ച്വേറ്റ് ചെയ്യുക, അതാണ് ഇതിൻ്റെ അർത്ഥം. അതിനെന്തോ ഒരു കാര്യത്തിൽ എഫക്ട് ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. കോസ് ചെയ്യുക, എഫക്ട് ചെയ്യുക, അങ്ങനെ അർത്ഥം. പിന്നെ പെർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർസിവിയർ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, ക്യാരി ഓൺ, ഗോ ഓൺ, അങ്ങനെ അറിയാലോ. പെർസിസ്റ്റൻസ് നമുക്കറിയാം. പെർസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ അഡ്ജക്റ്റീവ് ഒക്കെ പരിചയമുള്ളത് അല്ലേ. പെർസിസ്റ്റ് ചെയ്യുക, പെർസിസ്റ്റന്റ് അഡ്ജക്റ്റീവ് അല്ലേ, പെർസിസ്റ്റന്റ് അഡ്ജക്റ്റീവ്. നൗണായിട്ട് വരുവാണെങ്കിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. പെർസിസ്റ്റൻസ് നമ്മുടെ നൗണ്, പെർസിസ്റ്റൻസ് നൗണ്. ഓർത്തോണം, എല്ലാം അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് എല്ലാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം പഠിപ്പിച്ചു തരുന്നത്. അടുത്ത റെക്കൺ. എന്താ റെക്കൺ ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക, കൺസിഡർ ചെയ്യുക, റിഗാർഡ് ചെയ്യുക. ദാറ്റ് ഇസ് റെക്കൺ കേട്ടോ, ഓർത്ത് വെച്ചോണം. പിന്നെന്താണ് നോക്കട്ടെ സെന്റൻസ്. The probe prevailed progressively in the hands of the convicts. അത് പറഞ്ഞല്ലേ. He is in pursuit of his fate. That's great sentence. His propensity to stealing made him kleptomaniac. Yes, great. Our government will discuss the danger in dam only when the water reaches the threshold. I have propensity to learn something. That's great. ഇൻവാലിഡ് ലോഗിൻ ക്രെഡൻഷ്യൽ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യും RB റിസൾട്ട്? എന്നോട് പലരും അത് ചോദിച്ചു കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഞാൻ ഒരു കോമ്പറ്റീവ് എക്സാമിന് അപ്ലൈ ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട്. ഞാനത് നമ്മുടെ കാവ്യ മിസ് ഇപ്പോൾ മെഡിക്കൽ ലീവല്ല മെഡിക്കലി പുള്ളിക്കാരി ടേക്കിംഗ് എ റെസ്റ്റ്. അപ്പോൾ മിസ്സിനോട് ഞാൻ ചോദിച്ചിട്ട് ഇത് കൃത്യമായിട്ട് പറഞ്ഞു. മിസ്സാണ് ഇതിൻ്റെ പുലി. അപ്ലിക്കേഷൻ്റെ കാര്യമൊക്കെ സൂപ്പറായിട്ട് മിസ് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. കുറേ പേരോട് ചോദിച്ചു ഇൻവാലിഡ് ക്രെഡൻഷ്യൽ വന്നാൽ എനിക്ക് തോന്നുന്നു മേ ബി യുവർ പാസ്വേഡ് ഇസ് റോങ്, അല്ലെങ്കിൽ യൂസർ ID എന്തെങ്കിലും റോങ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ ഉണ്ടോ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഉള്ള കാര്യം പറയില്ല, അറിയില്ലെങ്കിൽ അറിയില്ല പറയും.
തിരുവോണത്തിന് ടി വിയിൽ കടുവ ഫിലിം ഉണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടില്ല. തിരുവോണത്തിന് കടുവ ഞാൻ കണ്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, സിനിമ ഓണത്തിന് റിന്റു സിനിമ വീട്ടിൽ ഇരുന്ന് സിനിമ കാണത്തില്ല. എന്തുകൊണ്ടാണ്? വീട്ടിൽ ഇരുന്ന് സിനിമ കണ്ട പരസ്യം കാണുന്നത് ഞങ്ങൾ വെറുത്തു സിനിമ. അപ്പോൾ അങ്ങനെ സിനിമയും വെറുക്കില്ല. റിന്റുവിൻ്റെ ഇഷ്ടമാണ് സിനിമ, മൂവീസ് ആർ മൈ പാഷൻ. അപ്പോൾ അതിനെ വെറുക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ഓണത്തിന് സിനിമ കാണത്തില്ല. പണ്ട് ചെറുതായിരുന്നപ്പോൾ നമ്മൾ കണ്ടിട്ട് ബോറടിച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ടാണ് റിൻ സാർ പറഞ്ഞു മാം നന്നായി പാടുമെന്ന്. റിൻ സാർ പറഞ്ഞിട്ടുണ്ട് മാം എന്നത് ചുമ്മാ പറയണ്ട. റിജിൻ സാർ പറഞ്ഞൊന്നുമല്ല, ഞാൻ തന്നെ പറഞ്ഞതാണ് ഞാൻ പാടും. ഗുരുദാസേ കൊള്ളാം. കേരളൈറ്റ് ത്രഷോൾഡ് ദ യൂസ് ഓഫ് മാസ്. യെസ്, ത്രഷോൾഡ് എന്ന് പറയുമ്പോൾ അതിനെ യൂസ് ഒക്കെയാണ്, പക്ഷേ ത്രഷോൾഡ് നൗൺ ആണ് കേട്ടോ. അവിടെ ലിമിറ്റ് എന്ന് വേർബ് കൊടുത്തോളൂ ജോമി. നമുക്ക് അവിടെ ത്രഷോൾഡിന് ഒരിക്കലും എന്തായിട്ടില്ല വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കോർട്ട് ക്യാൻ ഇഷ്യൂ വാറന്റ് ടു എ പേഴ്സൺ ഇഫ് ദ അക്യൂസ്ഡ് ഇസ് എ പ്രൊക്ലെയിംഡ് ഒഫൻഡർ. യെസ്, കാർപേഡിയം. ഐ ഗസ് യു നോ വാട്ട് ദാറ്റ് മീൻസ്. ഐ റിയലി നോ. എപ്പോഴും ഞാൻ അങ്ങനെ ഒരാളാണ്. ഐ സീസ് ദ മൊമെന്റ്, ഐ സീസ് ദ ഡേ. കാർപേഡിയം നമ്മുടെ ലാറ്റിൻ ഫ്രേസ് ആണ്. കാർപേഡിയം മീൻസ് സീസ് ദ ഡേ. ഇന്നത്തെ ദിവസം നിനക്കുള്ളതാ, എടുക്കടാ ശ്രീ അല്ലേ, ചാടി പിടിക്കടാ. യെസ്, വിൽ ഗെറ്റ് സ്റ്റക്ക് ഇൻ യുവർ ഹെഡ്. ഓഫ് കോഴ്സ് ആണോന്നോ, ഞാനത് പാടിക്കൊണ്ടേ നടക്കുന്നില്ല. രാത്രി ഇതിൽ കുളിച്ചപ്പോഴേക്കും അതായിരുന്നു തലയിൽ ടിൻ ടിൻ ടിൻ. അപ്പോൾ അതുകൊണ്ട് പാട്ടായിരുന്നു കംപ്ലീറ്റ്. പിന്നെ ഞാൻ പാട്ടിനൊത്ത് താളം ഒക്കെ എനിക്ക് ഭയങ്കര, ഞാൻ അങ്ങനത്തെ ഒരാളാണേ. അത് വേറൊരു ലെവലാണ്. ഞാൻ പാട്ടൊക്കെ കേറി കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാവും. നന്ദീഷ. യെസ്, അത് തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓടുന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടാ, നിങ്ങൾക്ക് അറിയില്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെയാ. The smugglers are beastical and deleterious in nature, so don't let your guard down. That's great. Adu kollato. Shamase, great sentence. His patient was a bit unstable at that time and this played suicidal propensities. Okay, that's great. അപ്പോൾ ഹിസ് പേഷ്യൻ്റ് അല്ലേ, അതായത് നീ ഉദ്ദേശിക്കുന്നത് രോഗി എന്നാണോ അതോ അവൻ്റെ പേഷ്യൻസ് ആണോ ഉദ്ദേശിച്ചത്? പേഷ്യൻ്റ് ആയിരുന്നെങ്കിൽ ഒരു റൈറ്റ് ആണ്, പേഷ്യൻസ് ആണെങ്കിൽ അവൻ്റെ പേഷ്യൻസ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്, രണ്ടും കറക്റ്റാണ്. ലൈഫ് ഇസ് പെർസിസ്റ്റന്റ്. യെസ്, വാസ് എ ബിറ്റ്. അയ്യോ നോക്കട്ടെ. ഹിസ് പേഷ്യൻസ് വാസ് എ ബിറ്റ് അറ്റ് ദാറ്റ് ടൈം. ആണ് എടാ, വാസ് എ ബിറ്റിൽ തെറ്റില്ല ഷമ്മാസെ, ആയിരുന്നു. അപ്പം അതായിരുന്നു. കറക്റ്റാടാ, കറക്റ്റാ, തെറ്റൊന്നുമില്ല. While reckoning the term of imprisonment, remand period is also considered by the court. That is great. Thank Anuja, always. Drugs have deleterious effects on your life. Yes. Ostensibly panentheist. Yes. People are in logoria about God's grace, but they fail to persist when a perilous situation is grinding on. അങ്ങനത്തെ ഒരു പ്രശ്നം അവർക്കുണ്ട്. Yes, we know you are right. The deleterious approach of hospital authorities make the health system dent. Yes. അടുത്തെന്താണ്? The deleterious പറഞ്ഞു. Our dent must be catalyzed our life. അല്ല ഷമ്മാസെ അവിടെ ഷമ്മാസം പോട്ടെ. ഗുരുദാസെ അവിടെ നമുക്ക് എന്താ വേണ്ട? പാസിവൈസേഷൻ വേണ്ട. Our dent must catalyze our life, but it could have been solved ourselves എന്ന് കൊടുക്കണം കേട്ടോ. അവിടെ പാസിവൈസേഷൻ ആവശ്യമില്ല കേട്ടോ. യെസ്, ഹിസ് deleterious comments costed him the title. ഇന്നലെ ഞാൻ പറഞ്ഞു സിലിയൻ, ഇന്നലെ നിന്നോട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കോസ്റ്റിന്റെ V2 V3 ഒക്കെ കോസ്റ്റ് തന്നെയാണ്. കാസ്റ്റ്. അപ്പം നീ എന്നോട് പറഞ്ഞില്ലേ എവിടെയോ കോസ്റ്റഡ് എന്ന് കേട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നോ, ഇറ്റ്സ് റോങ്. കോസ്റ്റിന് കോസ്റ്റ് തന്നെയാണ്, V2 V3 തന്നെ. ഒന്ന് ശ്രദ്ധിക്കണം, അതൊന്ന് കട്ട് ചെയ്തോളണേ. പിന്നെ her destiny was deleterious to her life. That's great. The residents living in coastal areas have been struggling to cope with heavy water waves and it is deleterious to their lives. Yes, that's great. The car was dented in the crash. Yeah. Dent also means a hard blow, right? Yes, ആണ്. ഒരു എന്താ പറയുക, ഒരു കുഴി എന്നൊക്കെ പറയില്ലേ, നമ്മൾ പറയില്ലേ എർത്തിന്റെ സർഫസിൽ ഡെൻസ് ഫോം ചെയ്യുന്നു എന്നൊക്കെ, കുഴി വന്നിട്ടുണ്ടെന്ന് പറയും, അതൊക്കെ ഉണ്ട്. ഹാർഡ് ബ്ലോക്കേ ഉണ്ട്, അർത്ഥം ഉണ്ട്. ആന്റിവെനം will dent the deleterious effects of poison. Yes. ചുമ്മാ ഒന്ന് CGL എക്സാം ഒക്കെ ഒന്ന് എഴുതി നോക്കണേ, നല്ല രസമാണ് അതൊക്കെ. രാഹുൽ എടാ കൊച്ചു കള്ള, ഞാൻ എഴുതൂല എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു ഇത്തവണ എല്ലാവരും പറഞ്ഞു ട്രാൻസ്ലേറ്റർ പോസ്റ്റ് അപ്ലൈ ചെയ്യേ, ചുമ്മാ അപ്ലൈ റിന്റു ഒന്ന് എഴുതി നോക്കുക പറഞ്ഞു. ഞാൻ പറഞ്ഞു വെറുതെ എന്തിനാ എൻ്റെ പൈസ മുടക്കി ഞാൻ അപ്ലൈ ചെയ്യുന്നത്? മാത്രമല്ല വെറുതെ ഒരാളുടെ ഇനി എനിക്ക് കിട്ടിക്കഴിഞ്ഞാലും വെറുതെ റാങ്ക് ലിസ്റ്റ് കുളവാക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ വെറുതെ ആക്രാന്തം പറഞ്ഞല്ല, ചുമ്മാ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. അല്ലേ, കിട്ടിയാലോ എന്നൊക്കെ ആഗ്രഹിച്ചാലോ അല്ലേ, മനുഷ്യൻ്റെ ആഗ്രഹമില്ലടേ, മനുഷ്യനല്ലേ പിള്ളേ എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് ഇല്ല രാഹുൽ, നീ എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണ്ട. പിള്ളേരെ ഇത്രയും പേര് ലൈവിലുണ്ടായിട്ട് എന്നെ എടുക്കുക. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാ. ഓക്കെ, അടുത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കേരള ഹൈക്കോടതിയുടെ രണ്ടാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം ആദ്യത്തെ ബാച്ച് 170+ ആയി തോന്നുന്നു കേട്ടോ. ഞാനാണ് ഓണത്തിന്റെ അവധിയിൽ ഇങ്ങനെ മുഴുകിയിരുന്നുകൊണ്ട് ശ്രദ്ധിച്ചില്ല എത്ര പേരായിരുന്നു. 170+ ആയി. അപ്പോൾ അതുപോലെ ഇന്ന് എല്ലാവരോടും ഒരു കാര്യം പറയണ്ടേ, ഇന്ന് നമ്മുടെ ട്രാൻസ്ലേറ്റ് പോസ്റ്റിലുള്ള എല്ലാ പിള്ളേരുടെയും ക്ലാസ് ഞാൻ പ്രീപോൺ ചെയ്തു. ഞാൻ രാവിലെ മെസ്സേജ് അയക്കാൻ ഇരിക്കുവാണ്, ഇത് കഴിഞ്ഞിട്ട് പ്രീപോൺ ചെയ്തു. 8 മണിയുടെ ക്ലാസ് ഞാൻ ട്രാവലിംഗ് ആയിരിക്കും. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം പോവാണ്. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് ട്രാവലിംഗ് ആയപ്പോൾ 8 മണിക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 2 മണിക്ക് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണം. 1952 രൂപ തന്നെയാണ് ഈ കോഴ്സിനും.
സെക്കൻഡ് ബാച്ചിനും കേരള ഹൈക്കോടതിയുടെ രണ്ടാമത്തെ ബാച്ച് വന്നിട്ടുണ്ട്, ഹൈക്കോടതിന്റെ ട്രാൻസ്ലേറ്റർ ബാച്ച് കേട്ടോ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്തോളൂ, നമ്മൾ നിങ്ങൾക്ക് കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് അത് ഞാൻ വിട്ട് കളയില്ല, പഴയ ബാച്ചാണെന്ന് എല്ലാവരും വിചാരിക്കും, പക്ഷേ നമ്മൾ ബാച്ച് തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നിട്ടില്ല. ഈ ബാച്ചിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബേസിക്സ് മുതലേ കവർ ചെയ്യും. 870 രൂപ കോഴ്സ് ഫീ. ഈ കോഴ്സ് ഫീയിൽ നിങ്ങൾക്ക് 40 മണിക്കൂർ ഇംഗ്ലീഷിന്റെ ക്ലാസ് കിട്ടും. ബേസിക് മുതൽ അടിപൊളിയായിട്ട് പഠിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ് ഈസി ഇംഗ്ലീഷ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ. ഞാനും റീമ മിസ്സും കേട്ടോ, രണ്ടുപേരും ഒരുപോലെ. അപ്പോൾ 12 PM ഒരു ക്ലാസ് ഉണ്ട്, 4 PM ഉണ്ട്. എല്ലാ ദിവസവും 2 സമയത്ത് ക്ലാസ് ഇല്ല, ഏതെങ്കിലും ഒരു ടൈമൊക്കെ ആയിരിക്കും. ചില ദിവസം മാത്രം 2 ദിവസമൊക്കെ വരുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കോഡ് അറിയാലോ, Y314 വ്യൂ ഓഫേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ കോഡ് അടിച്ചു കൊടുത്താൽ 17% ഡിസ്കൗണ്ടിൽ കോഴ്സ് കിട്ടും. അപ്പോൾ അടുത്ത അൺഫെറ്റേർഡ്. എന്താ അൺഫെറ്റേർഡ്? അഡ്ജക്റ്റീവാ. അൺകൺട്രോൾഡ്, അൺറെസ്ട്രിക്റ്റഡ്, ലിബറേറ്റഡ്, ഫ്രീ ആണ് എന്ന് പറയില്ലേ, അതാണ് അൺഫെറ്റേർഡ് എന്ന് പറയാം. ഫ്രീ എന്നർത്ഥം കേട്ടോ, ഓർത്തോണം. ഞാൻ യാത്ര ചെയ്ത് എൻ്റെ അനിയത്തിമാർ ഇന്നലെ എന്നോട് പറയുകയാണെ, ഇപ്പം നിന്നെ കാണാനേ കിട്ടുന്നില്ലോ റിന്റു, എന്നോട് പറയും, ഇപ്പം നിന്നെ കാണാനേ കിട്ടുന്നില്ലോ. കഴിഞ്ഞ ആഴ്ച യാത്ര, ഈ ആഴ്ച യാത്ര, ഇന്നലെ കോഴിക്കോടേക്ക് പോക്ക്. അപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് വീട്ടിൽ ഇരിക്കണം എന്നില്ല, എപ്പോഴും ഇങ്ങനെ കിട്ടുന്ന അവസരമൊക്കെ യാത്ര ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു, എടി അതുകൊണ്ടല്ലടി, എന്താണെന്ന് എനിക്കറിയത്തില്ല, യാത്ര വന്നപ്പോൾ എനിക്കത് ആരോളം എന്നോട് ചോദിക്കുകയാണ്, റിന്റു ഞാൻ ഒറ്റയ്ക്കാണ് പോണേ, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പ്രത്യേക ടൈപ്പാണ്. എന്നോട് ചോദിക്കുകയാണ്, റിന്റു ഇന്ന് എടി ഇവിടം വരെ പോവാണ്, ആണോ ഒറ്റയ്ക്കാണോ, നീ വരുന്നോ ചോദിച്ചു. വരുന്നോ ചോദിക്കണ്ട, ഒറ്റയ്ക്കാണോ, ഞാൻ വേണേൽ കമ്പനിക്ക് വരാമെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കും. ഞാൻ അങ്ങനെയാണ്, അയ്യോ ഞാൻ വരട്ടെ കമ്പനിക്ക് എന്ന് ചോദിക്കും ഞാൻ, അതാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ അനിയത്തിമാർ പറഞ്ഞു, നീ ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് ഞങ്ങൾ ഇന്ന് ഇച്ചിരി വിട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞ് സങ്കടമൊക്കെ പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലല്ലോ, റിയാമോളുടെ എൻ്റെ രണ്ടാമത്തെ അനിയത്തിയില്ലേ, തൊട്ടടുത്ത അവളുടെ അയർലൻഡിലോട്ടോ അവൾ പോകാനിരുന്നത്. എന്നോട് ഹരി ചോദിച്ചാൽ എവിടേക്കാണ് വിസ പോകുന്നത്, അവൾ അയർലൻഡിലോട്ടോ പോകണേ. വിസ വന്നു ഇന്നലെ, ഞാൻ ഇന്നലെ പോയിട്ട് കൽപ്പറ്റ പോയത് കൈപ്പറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ വിസ വന്നു. അപ്പോൾ എന്തായാലും അവൾ ഒരു 15 ദിവസത്തിനുള്ളിൽ എൻ്റെ അനിയത്തി ഇവിടുന്ന് പോകും. അവൾ 2 വർഷത്തേക്ക് ഇനി അവിടെ ആയിരിക്കും, 2 അല്ല 3 വർഷം. അപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവളെ കാണാൻ പറ്റുള്ളൂ വീട്ടുകാർക്കൊക്കെ. പക്ഷേ എനിക്കെന്താ, ഞാൻ സന്തോഷത്തില്ല. എന്താ 3 മാസം കഴിയുമ്പോഴേക്കും അയ്യോ എനിക്ക് റിയൽ മിസ് ചെയ്യുന്നു പറഞ്ഞാൽ എനിക്ക് പോകാമല്ലോ അങ്ങോട്ട്, യൂറോപ്പിലോട്ട് പോകും. മക്കളെ നമ്മൾ യൂറോപ്പിലോട്ട് പോവാണ്, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. എന്തായാലും അതല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും ഭയങ്കര ചേട്ടായി കുറച്ചുകൂടെ ഒരു വ്യത്യാസമാണ് റിജിൻ. പക്ഷേ ഇപ്പം ഞങ്ങൾ 4 ഭയങ്കര കമ്പനിയാണ്. ഇപ്പം ഞങ്ങൾ 4 ഭയങ്കര കട്ട കമ്പനിയാണ്. പക്ഷേ ഞങ്ങൾ 3 വേറൊരു സിസ്റ്റേഴ്സ് ഭയങ്കര കമ്പനിയാണ് ഞങ്ങൾ 3 പേരും. ആ ഇതിൽ നിന്ന് ഒരാൾ പോകുന്നത് പറയുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അവളോട് പറഞ്ഞൊന്നുമില്ല. ഇന്നലെ അവൾ ഭയങ്കര ഡെസ്പായിരുന്നു, അയ്യോ പോകാറായ ഡേറ്റ് ഒക്കെ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. അതായിരുന്നു ഞാൻ പറഞ്ഞ ലൈഫിൽ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞ സന്തോഷം. അങ്ങനെ അവൾ പോവാണ്, മക്കളെ പോവാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് നോക്കാം ടാഡ് എന്താ. ടാഡ് നൗൺ ആയിട്ടും അഡ്വേർബായിട്ടും ഉപയോഗിക്കുന്നതാണ്. ടാഡ് എന്ന് പറഞ്ഞാൽ ഹൗ വാസ് യുവർ എക്സാം. ഞാൻ എക്സാമ്പിൾ പറയാം. ഇറ്റ് വാസ് ടാഡ് ഡിഫിക്കൾട്ട് വൺ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇച്ചിരി പാടായിരുന്നു. സ്മോൾ എമൗണ്ടിനാണ് ടാഡ് എന്ന് പറയുന്നത്. അ ലിറ്റിൽ എന്നർത്ഥത്തിൽ അല്ലേ, അ ലിറ്റിൽ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലോട്ട് ഓഫ് ഒരുപാട്, ടാഡ് വളരെ കുറച്ച്, സ്മോൾ എമൗണ്ട്. അപ്പോൾ അതിന് അഡ്വേർബായിട്ട് വരുമ്പോൾ സം വാട്ട്, അ ലിറ്റിൽ എക്സ്റ്റെൻഡ് എന്നൊക്കെ പറയും, ഓർത്തോണം. അടുത്ത എക്സ്പെഡീഷ്യസ്ലി. എക്സ്പെഡീഷ്യസ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. അപ്പോൾ എക്സ്പെഡീഷ്യസ്ലി ആസ് ആൻ അഡ്വേർബ്. സ്വിഫ്റ്റ്ലി, എഫിഷ്യൻ്റ്ലി, ക്വിക്ക്ലി, റാപ്പിഡ്ലി എന്നൊക്കെ പറയുന്ന സാധനം. അടുത്ത കൊഹിസീവ് ഡിവൈസസ് കേട്ടിട്ടില്ലേ, കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന. കൊഹിസീവ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. ഇന്റഗ്രേറ്റഡ്, യൂണിഫൈഡ്, യുണൈറ്റഡ്, കണക്റ്റഡ് എന്നൊക്കെ പറയുന്ന സാധനം. അടുത്ത പ്രോസ്പെക്ട്. നൗൺ ആയിട്ടും വേർബായിട്ട് ഉപയോഗിക്കാം. പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ ലൈക്ലിഹുഡ് അല്ലെങ്കിൽ പോസിബിലിറ്റി അല്ലേ, പോസിബിലിറ്റി എന്ന് പറയാം. ചാൻസ് എന്ന് പറയാം. ഹോപ്പ്, ദർ ഇസ് എ സ്ലൈറ്റ് പോസിബിലിറ്റി, ദർ ഇസ് എ ചാൻസ്, ദർ ഇസ് എ ഹോപ്പ് എന്നൊക്കെ പറയുന്നത്. പിന്നെ കാൻഡിഡേറ്റ് എന്നൊക്കെ പറയും. വേർബായിട്ട് വരുമ്പോൾ ഇൻസ്പെക്ട് ഓർ സർവേ എന്നാണ് പ്രോസ്പെക്ട് ചെയ്യുക എന്ന വേർബിന്റെ അർത്ഥം, ഓർത്തോണേ. എവിടം വരെ എത്തി? ഹീ കാൽക്കുലേറ്റിംഗ് ദ ജേർണി കോസ്റ്റ്. ഗോപിക, ഹീ ഈസ് കാൽക്കുലേറ്റിംഗ്. കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ അവിടെ ബി ഫോർമുലേഷൻ കൊടുത്തിട്ട് ഹീ ഈസ് കാൽക്കുലേറ്റിംഗ് ദ ജേർണിയുടെ കോസ്റ്റ്. ജേർണീസ് അപ്പസ്ട്രോഫി കൊടുക്കണം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ദ ജേർണി എന്ന് കൊടുത്തോ. ജേർണീസ് കോസ്റ്റ് പറയില്ല എന്ന് കൊടുക്കാം. ജേർണി കോസ്റ്റ് എന്ന് പറയുമ്പോഴും തെറ്റാ, ഇങ്ങനെ കൊടുക്കാം. കോസ്റ്റ് ഓഫ് ദ ജേർണി എന്ന് കൊടുത്തോ. ഹീ ഈസ് കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ദ ജേർണി എന്ന് കൊടുക്കണേ. അപ്പോൾ സെറ്റ് ആവും, ഗ്രാമാറ്റിക്കലി ഇത് കറക്റ്റ് ആവും. ദ പെർസിസ്റ്റൻസ് ഓഫ് ഫിഷർമാൻ ഇൻ വിഴിഞ്ഞം ഷോസ് ദെയർ കറേജ്. യെസ്. എക്സാം കോഡ് നോക്കണം മിസ്സേ. XI ആണ് റിസൾട്ട് വന്നത്, ലാസ്റ്റ് നടന്നത് X2, അതുകൊണ്ടാണ് കാണിക്കുന്നത്. അങ്ങനെ രണ്ടും വേറെ വേറെ എക്സാം അതാവും അല്ലേ. അനൂപ് പറഞ്ഞു എക്സാം കോഡ് നോക്കണമെന്ന്. ആരോടാ? അനുജയോടല്ലേ. അനുജ എക്സാം കോഡ് നോക്കണമെന്ന്, അതാണോ പറഞ്ഞു ഉദ്ദേശിച്ചത്? എക്കണോമിക് mismanagement in the country proved to be a catalyst in propelling the country towards an impending doom. That's great, Cillian. It's okay. No sorry needed. ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ അല്ലേ. നിങ്ങൾ തെറ്റിക്കുക, അത് തിരുത്തുക, അതല്ല എൻ്റെ ഞാൻ അതിനല്ല മുത്ത ഇവിടെ ഇരിക്കുന്നത്. അൺവാണ്ടഡ് മെഡിക്കേഷൻ വിതൗട്ട് ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡോക്ടേഴ്സ് can cause deleterious effects in future. Yes. Rising price of commodities catalyze consumers to avail imported goods and this creates a reckon. Reckon ഞാൻ പറഞ്ഞു ഉമ.
Reckon is verb, not a noun. Verb ആണ്, noun അല്ലേ ഓർത്തോണേ. അപ്പോൾ അവിടെ ആ reckon പറയില്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണം. കൽപ്പന ചൗള വാസ് എ വുമൺ ഓഫ് ഇൻഡോമിറ്റബിൾ ഇന്റലിജൻസ് ആൻഡ് ഷിയർ പെർസിവറൻസ് ആണ്. സെറ്റ്, സത്യം. Pursuing a woman without her consent with intent to contact or attempt to contact personal interaction is an offense ആണ്. അതിനെ നമ്മൾ വിളിക്കും stalking എന്ന് വിളിക്കും അല്ലേ. When I was going to market, I reckoned what, എന്ത്, I reckoned something എന്ന് കൊടുത്തു. ജോമി അവിടെ ഒരു verb വേണം. Great job with those sentences. How do you come up with those in such a short span? വിശ്വരാജെ വേറെ ലെവൽ അല്ലേ. അതാണ്. At last she reckoned his love of her and chose to marry her. Great, that's great. ഓഹോ, റിന്റു സെന്നെയും വോണ്ടർലസ്റ്റ് എന്ന് ആക്കേണ്ടി വരുമോ? ആണോന്നോ? എടാ വിശ്വരാജെ, എന്താ പറയുക, ഞാൻ അങ്ങനെ ആണ്, ഞാൻ അതാണ്. പണ്ട് ഞാൻ കോവിഡ് വന്ന 2 വർഷം, ഞാൻ പറഞ്ഞ കഴിഞ്ഞ 2 വർഷം ഞാൻ വീട്ടിൽ ഇരുന്നപ്പം ഞാൻ ഓൺലൈൻ പഠിപ്പിക്കുമായിരുന്നു. ആ 2 വർഷം ഞാൻ അനുഭവിച്ച സഫക്കേഷൻ എന്താ നിങ്ങൾക്ക് ആർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ചിട്ട് എന്നെ ചോദിക്കും, എൻ്റെ റിന്റു നിനക്ക് കിട്ടിയ പണിയാണ് പണി. എന്തുകൊണ്ടാണ്? നീ ഇതുവരെ അടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ യാത്ര ആയിരിക്കും, ഫ്രണ്ട്സിനെ കാണാൻ. ആരെങ്കിലും ഫ്രണ്ട്സ് മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം ചെല്ലും. കട്ടപ്പന, ആലുവയ്ക്ക് ആലുവ, അതുപോലെ തന്നെ തിരുവനന്തപുരം, അതുപോലെ എവിടെ വേണമെങ്കിലും പോകും. കോയമ്പത്തൂർ എൻ്റെ ഫ്രണ്ട്സ് മിസ് ചെയ്യുന്നു, ഞാൻ പോയി, ബാംഗ്ലൂർ പോയി. എന്താ, അവരെ കാണണ്ടേ, പാവങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുമല്ലോ, ഞാൻ വേണ്ട പോയി അവരെ ഹെൽപ്പ് ചെയ്യാൻ, ട്രാവൽ ചെയ്യണോ, എവിടെ ഞാൻ റെഡിയാണ്. അപ്പം അങ്ങനെ ഞാൻ ഇപ്പം എന്നോട് ഇന്നലെ എൻ്റെ ഒരു എറണാകുളത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, എടി എനിക്ക് നിന്നെ മിസ് ചെയ്യും, നമുക്ക് ട്രിപ്പൊക്കെ പോകണ്ടേ, കുറേ ആയില്ല കണ്ടിട്ട്, കുറേ നാളെ ഞങ്ങളൊന്ന് കണ്ടിട്ടോ. അപ്പം ഞാൻ ഓർത്ത് യെസ് ഐ ഹാവ് ടു. അപ്പം ഞാൻ റിയ ഒന്ന് പൊക്കോട്ടെ, അവൾ പോയി കഴിയുമ്പോഴേക്കും ഞാൻ ഇറങ്ങാം, നമുക്കൊന്ന് സെറ്റാക്കാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾ മിസ് ചെയ്തിരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാവില്ലേ, അതാണ് പ്രശ്നം. എന്താ ചെയ്യാന്ന് അറിയില്ല, എനിക്കതായിപ്പോയി. അപ്പം എന്നെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ചോദിക്കും, നിനക്ക് കിട്ടിയതാണ് പണി. കാരണം ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പെട്ടെന്ന് അങ്ങ് 2 വർഷത്തേക്ക്. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഹൈപ്പോകോൺട്രാക്ക് ആണ്. ഐ ടോൾഡ് യു, ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആയിച്ചേരി. അപ്പം കോവിഡ് വന്നപ്പോൾ പുറത്തിറങ്ങിയാൽ ഇറ്റ്സ് നോട്ട് സേഫ്. അത് സേഫ് അല്ല. മാത്രമല്ല എൻ്റെ ഗ്രാൻഡ് പ വീട്ടിലുണ്ടല്ലോ, പുള്ളി പ്രായ ആളാണ്. അപ്പം ഞാൻ എന്തായാലും അതിനുള്ള റിസ്ക് എടുക്കില്ല. അങ്ങനെ റിസ്ക് എടുക്കില്ലാത്ത ടീമാണ്. അപ്പം ഞാൻ അതും പറഞ്ഞിട്ട് ഈ വീട്ടിലിരുന്നു ഭയങ്കര ഡെസ്പായി. ഇപ്പോൾ 2 വർഷം അതിൻ്റെ ഇത് തീർക്കുവായി. ഇപ്പോൾ അനിയത്തിമാർ പറഞ്ഞു അതിൻ്റെ കേട് തീർക്കുവാന്ന് തോന്നുന്നു. അവൾ കോവിഡിന് വീട്ടിൽ ഇരുന്നതിൻ്റെ കേട് തീർക്കുവായി ഇപ്പം എന്ന് പറയുക. എന്താ ചെയ്യാല്ലേ, എന്നെക്കൊണ്ട് ഞാൻ തോറ്റു. ഐ തോട്ട് റെക്കണിങ് ലൈഫ് വുഡ് ഡിലീറ്റീരിയസ്. വുഡ് ഡിലീറ്റീരിയസ് എനിവൺ? ഇല്ലില്ല. വുഡ് ഡിലീറ്റീരിയസ് എടാ, വുഡ് ബി ഡിലീറ്റീരിയസ് ടു എനിവൺ സംടൈംസ് ഇറ്റ്സ് റോങ് എന്ന് കൊടുക്കണം. എടാ ഡിലീറ്റീരിയസ് സബ്ജക്റ്റീവ് അല്ലേ ഗുരുദാസേ. ശ്രീലക്ഷ്മി ഗുഡ് മോർണിംഗ്. ദ persistent increase in attacks from the stray dogs is deleterious to us. Yes, drunken drivers are prohibited to hail this area since it is deleterious to life. ലൈവിൽ വന്നിട്ട് പാര് വെക്കും. അവളുമാർ 2 പേരും കഴിഞ്ഞ ലൈവിൽ വന്ന് പാര് വെച്ചില്ലേ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും എഡിറ്റോറിയൽ അവൾമാരെ പറ്റി ഞാൻ നിങ്ങളോട് പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ അവൾമാരുടെ കാര്യം, ഞാൻ വേറെ ആരോടും അവൾമാരുടെ കാര്യം ഷെയർ ചെയ്യില്ല, നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. ബിക്കോസ് ഞാൻ എഡിറ്റോറിയൽ മാത്രം, വേറെ ഒരു സെഷൻ നിങ്ങൾ കണ്ടാറ്. എഡിറ്റോറിയൽ ഇസ് മൈ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ. അവിടെയാണ് എൻ്റെ എഡിറ്റോറിയൽ ഞാൻ വന്ന് എപ്പോഴും അവളുമാരെ പറ്റി പറയുള്ളൂ. അവൾമാർ 2 പേരും എനിക്ക് ഭയങ്കര ദേ ആർ മൈ ജെംസ് എന്ന് ഞാൻ പറയും. അപ്പോൾ അതുപോലെയാണ് അവൾമാരോട് ഞാൻ എഡിറ്റോറിയൽ സെഷനെ പറ്റി അത് ഇങ്ങനെ പറയും. അപ്പോൾ അവൾമാർ ഭയങ്കര ഇഷ്ടമാണ്. എഡിറ്റോറിയൽ നിങ്ങളെല്ലാവരും അറിയാം, ഇന്ന ആൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആൾക്കാരെ പറ്റി പറയും. അപ്പോൾ നിങ്ങളിപ്പോഴും എൻ്റെ സ്ഥിരം കഥാപാത്രമാണ് എൻ്റെ കഥകളിൽ. അപ്പം ഞാൻ നന്നായിട്ട് കഥ പറയും ഇങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ അവൾമാർക്ക് ആണ് എൻ്റെ മിടുക്കരവർ 2 പേരും. യെസ്, എന്താ ചെയ്യുക, സിബ്ലിങ്സ് ആർ എ ടാഡ് ഇറിറ്റേറ്റിംഗ് ബട്ട് സ്റ്റിൽ ലവബിൾ. ആണോ ഇറിറ്റേറ്റിംഗ് ആണെന്ന് വെച്ചാൽ ഞങ്ങളമ്മ ഇന്നലെ രാത്രി കൂടി ഞങ്ങൾ വഴക്കൂടി, അതൊക്കെയാണ്. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു രസമുണ്ട്, അതാണ്. എൻ്റെ ബ്രദർ LLM ചെയ്യാൻ September 17 UK പോകുന്നു മാം. ആണോ? ആഹാ. അപ്പോൾ ഗുരുദാസ് എൻ്റെ സങ്കടത്തിലായിരിക്കുമല്ലോ അല്ലേ? അവനോട് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലേ എനിക്കറിയാം നിൻ്റെ വിഷം, നിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഇപ്പം എനിക്കറിയാം. ഐ നോ ദ സെയിം ഫീലിംഗ്. മാം, ഐ ഹാവ് അപ്ഗ്രേഡഡ് ടു Mahapack ബട്ട് ഈവൻ ആഫ്റ്റർ 48 hours the purchase is not reflecting in my content tab in Adda app. ശ്രീലക്ഷ്മി ഗിവ് മീ എ മെസ്സേജ്. എനിക്കൊരു മെസ്സേജ് അയച്ചോ, ഐ വിൽ ടാക്കിൾ ഇറ്റ് ഔട്ട്. അല്ല വേണ്ട, ശ്രീലക്ഷ്മിക്ക് ഞാൻ സെപ്പറേറ്റ് അതിന് പറഞ്ഞുതരാം. അത് ചെയ്യാൻ എന്ത് ചെയ്യണമെന്നുണ്ടോ? ശ്രീലക്ഷ്മി ഒരു കാര്യം ചെയ്യാം, സപ്പോർട്ട് Kerala.support. Yes, Kerala.support at Adda247.com. അതിലോട്ടൊന്ന് മെയിൽ അയക്കണേ, എന്നിട്ട് അവർക്ക് പറഞ്ഞാൽ മതി, അവർ പറഞ്ഞു തരും. അപ്പോൾ അവർ കോൺടാക്ട് ചെയ്യും കേട്ടോ. അവിടെ നമ്മുടെ മലയാളി ടീംസ് ഒക്കെ നല്ല അടിപൊളി മലയാളി ടീംസ് പോകുന്നുണ്ട്. Kerala.support at Adda247.com. ലക്ഷ്മി ഒന്ന് ഒരു മെസ്സേജ് മെയിൽ അയക്കുക, ഡീറ്റെയിൽ ഈ കാര്യം പറയും, ഇന്ന ദിവസം ഇത്ര ഇത് ഞാൻ പർച്ചേസ് ചെയ്തു, 48 hours കഴിഞ്ഞു, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞൊരു മെയിൽ അയക്കുക, അവർ ഹെൽപ്പ് ചെയ്ത് തരും. പേടിക്കണ്ട കേട്ടോ, സെറ്റ് ആകൂട്ടോ, പേടിക്കണ്ട, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അതിൽ കറക്റ്റ് ഓക്കെ അല്ലേ? ഞാൻ പോകുന്നേ, ഇവിടെ കുറച്ച് തിരക്കാ. ബൈ. ഓക്കെ അഭിനയ ബൈ, ടേക്ക് കെയർ. ഹിസ് unfettered attitude towards alcohol made him a boozer. ഓക്കെ, ബട്ട് ഷമ്മാസ് ഇസ് പെർഫെക്റ്റ്. 2 പേരും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു. ഉമ്മ, ഓ ഗോഡ്, കൊള്ളാം. Mild supervision is needed as an unfettered environment would lead the children astray. That's great, Cillian. The prospective candidate to win the election depends upon the vote. That's great. ഗുരുദാസ് യൂറോപ്പ് പോകണമെങ്കിൽ എന്നെ ഹരിനെ വിളിക്കണേ. റജിന നീ കൊള്ളാം.
യു മസ്റ്റ് ബി ജോക്കിംഗ് എന്ന്. അടിപൊളി. നിങ്ങളൊക്കെ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ടീമാ അല്ലേ? കൊള്ളാം. യു ക്യാൻ അപ്രോച്ച് ദ കോർട്ട് ആസ് എക്സ്പെഡീഷ്യസ്ലി ആസ് പോസിബിൾ. ദാറ്റ്സ് ഗ്രേറ്റ്. ഷീ ഹാസ് ഗ്രോൺ എ ടാഡ് ബിറ്റ്. ടാഡും ബിറ്റോട് ഒരുമിച്ച് കൊടുക്കല്ലടാ. ടാഡ് ബിറ്റ് ഒരുമിച്ച് കൊടുക്കരുത്. ടാഡ് ബിറ്റ്, ബിറ്റും ടാഡും ഒരേ മീനിങ്. അ ബിറ്റ് ഡേഞ്ചറസ് ഒക്കെ പറയല്ലേ. ടാഡ് ബിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് മാറും. എ ടാഡ് സംതിങ് എന്ന് കൊടുക്കണം കേട്ടോ. ബിറ്റും എ ബിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച്, എ ടാഡ് എന്ന് പറഞ്ഞാൽ കുറച്ച്, രണ്ടിന്റെ ഒരേ അർത്ഥം. നീ ഉദ്ദേശിച്ച ബിറ്റും അതാണ്, കുറച്ച് ഭാഗം എന്നാണ്. പക്ഷെ ബിറ്റ് പാർട്ടെന്നോ ബിറ്റ് സംതിങ് എന്ന രീതിയിൽ കൊടുക്കാം. ബിറ്റും ടാഡോട് ഒരുമിച്ച് വരല്ലേ. ഫ്രം ദ ലാസ്റ്റ് ടൈം ഐ സോ ഹർ. കേട്ടോ. നോ, ഐ നെവർ ജോക്ക് ദിസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. അത് കൊള്ളാം. റജിനെ, നീ എന്നെ കൊതിപ്പിക്കില്ല. എൻ്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. അത് ഞാൻ നിങ്ങളോട് പറയില്ല. പിന്നെ എടുത്തു കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് പറയും. മക്കളെ ഞാനിത് എടുത്തു എന്ന് പറഞ്ഞ് ഞാൻ വന്ന് പറയാം. എൻ്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞാൽ ഇപ്പം പറയില്ല. ദ ടാഡ് ചേഞ്ച് ഇൻ ദ കാൽക്കുലേഷൻ ലീഡ് ടു unfettered command over the rocket. That's great. The unfettered use of social media to spread hatred and regressive ideas is a cause of concern. Yes. എന്താ അങ്ങനെ സെന്റൻസ് യൂസ് ചെയ്യുന്നത്? സംവോട്ട് എന്താണോ? സംവോട്ട് അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാം. ഐ എം സംവോട്ട് എന്താ പറയുക, ഐ എം സംവോട്ട് ടയേർഡ്, ഐ എം സംവോട്ട് അഡ്വേർബ് ആണ്. ഐ എം സംവോട്ട് എ ലിറ്റിൽ ബിറ്റ് എന്നൊക്കെ പറയുന്ന അർത്ഥം തന്നെ. ഐ എം സംവോട്ട് ടയേർഡ്, ഐ എം സംവോട്ട് ആംഗ്രി എന്നൊക്കെ പറയില്ലേടാ, അതാണ് സെന്റൻസ് കേട്ടോ. Rahule, he unfettered his mind from grief. That's great. Ireland, ask her not to get high on Guinness. It's very tempting. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, പ്രിയമോളെ കാത്തലിക് കൺട്രി ആണ്, അടുക്കൊതുക്കുകൾ കുട്ടിയായിരിക്കുക. ബട്ട് ഐ ടോൾഡ് ഹെർ എന്താ പറയുക, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ബി യോർ സെൽഫ്, ഇഷ്ടമുള്ള പോലെ നടന്നോളൂ. എന്തെങ്കിലും എന്താണ് പണി കയറലും കിട്ടിക്കഴിഞ്ഞാൽ ഓർ എവിടെയെങ്കിലും കയറി പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് കോൾ മീ, ഐ എം ഹിയർ. കേട്ടോ. മിസ്റ്റേക്സ് യു ക്യാൻ മേക്ക് യുവർ ഓൺ മിസ്റ്റേക്സ്, യു ക്യാൻ കറക്റ്റ് യുവർ സെൽഫ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, മിസ്റ്റേക്സ് നിനക്ക് നിന്റെ മിസ്റ്റേക്സ് ആണ്, നിനക്ക് തിരഞ്ഞെടുക്കാം, ചെയ്യാം, ചെയ്തല്ല പഠിക്കുന്നത്, എടുത്തോ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നത്, ഐ എം ഹിയർ, ഞാനിവിടെ ഉണ്ട്, നീ അതോർത്തോണം. എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ പെട്ടു റിന്റു ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിനക്കൊന്ന് വിളിക്കാം, ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ഇവിടെ എന്ന് ഞാൻ പറയും. അതാണ് എനിക്ക് അവൾമാരോട് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശം. ദാറ്റ്സ് മൈ ഉപദേശം ഫോർ മൈ സിസ്റ്റേഴ്സ് എപ്പോഴും. September 3-4 നടന്നത് CRP ക്ലർക്ക് എക്സാം 2 ആണ്. അതിനെപ്പറ്റിയാണോ പറഞ്ഞത്? മറ്റേ RRBയുടെ ആണോ? മറ്റേ ക്ലർക്കിൻ്റെ അല്ലേ പറഞ്ഞത്? നമ്മുടെ കഴിഞ്ഞ IBPS ക്ലർക്കിൻ്റെ അല്ലേ പറഞ്ഞത്? ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. വൊക്കാബുലറി വാസ് എൻറിച്ച്ഡ് ആഫ്റ്റർ അറ്റൻഡിങ് എഡിറ്റോറിയൽ സെഷൻ കോൺസ്റ്റന്റ്ലി. പിന്നെ അവൻ ഷമാസ് എന്നെ പോയി തന്നു. എൻ്റെ പൊന്നടാ പോടാ. ആണല്ലേ, അവർ പൊളിയാണ് മിസ്. ആണടാ പൊളിയാണോ എന്ന്. സൂപ്പർ ആടാ നിങ്ങൾ രണ്ടോടും, നല്ല മിടുക്കരാ, ഭയങ്കര ജിൽജില്ല. എനിക്ക് ഇഷ്ടമാണ് നിങ്ങളെ രണ്ടിനെ. പക്ഷെ അവൾമാരോട് ഞാൻ പറയാറില്ല. ദ merger was expeditiously handled by the panel. That's great. We'll keep an eye on him as well. വിശ്വരാജ് ആണ്, രണ്ടിനെ നമുക്കൊന്ന് നോട്ട് ഇട്ടേക്കാതെ. It was a tad confusing. Great, Gopika. Tad was not enough to overcome the financial difficulties. Yes. Vishwaraj, you're perfect as well. You're at its zenith. Oh my god. പരസ്പരം എനിക്ക് വയ്യ, എല്ലാവരും തമ്മിൽ പുകഴ്ത്തി ഞാനിവിടെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. Crowd was unfetterable. Fetterable പറയില്ല മെർലിൻ, unfettered. അഡ്ജക്റ്റീവ് ആണ് unfettered. Fetterable പറയില്ല കേട്ടോ. ഓക്കെ, just change it. Prospecting a close place, police want to follow some rules and regulations. Okay, all right. ഇനി പറയണ്ട, മനസ്സിലായി അല്ലേ? മിനി കൂപ്പർ എടുക്കും മിസ്. ഓക്കെ പിന്നെന്താടാ, എന്നാ വേണം? ദ കോഹറ്റീവ് ബെൽറ്റ് ഓഫ് ദ വെസ്റ്റേൺ കൺട്രീസ് ഓൾവേസ് മെഡൽ ഇൻ ദ ഇന്റേണൽ മാറ്റേഴ്സ് ഓഫ് ദ ഓറിയന്റ്. ഗ്രേറ്റ്. മോബ് വാസ് അൺഫെറ്റേർഡ് after the fettered ആണ്, fattered അല്ല ഷമാസെ, fettered, FE, after the controversial speech. That's great. അവനും മാമിനെ പോലെ ആണ്, എപ്പോഴും ഫ്രണ്ട്സ്, റിലേറ്റീവ്സും, നെയ്ബേഴ്സും, കോർട്ട് കേസ്, അങ്ങനെ എപ്പോഴും തിരക്ക് മാത്രം. അതുകൊണ്ട് കോഴിക്കോട് നിന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന ശേഷം ഉറങ്ങാൻ മാത്രം വീട്ടിൽ കാണാറുള്ളൂ. അയ്യോ പാവം. അതെനിക്ക് മനസ്സിലാവും. Russian army's unfettered attacks on Ukraine is expeditiously increasing and it took away the lives of many. That's great. I signed the deal because he had all the potential prospects to be our next partner. That's great. She was expeditious in her career-oriented activities, which paved her way to becoming the best employer. That's great. രജന, എനിക്ക് പുറത്തു പോകാനേ ഇഷ്ടമല്ലെന്ന് അങ്ങനെ പറയരുത് ഗുരുദാസെ. ഇടയ്ക്ക് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ദാറ്റ്സ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് തിങ്. ലൈഫിനെ മാറ്റാൻ ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആവും. പിന്നെ നീ തിരിച്ചു വന്നോ, 2 വർഷം പോയിട്ട് നീ തിരിച്ചു വാ കേട്ടോ. അത് നിനക്കൊരു എക്സ്പീരിയൻസ് ആവും കേട്ടോ. അടുത്ത് പിടിച്ചോ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടെന്യൂർ അറിയാലോ. ടേം ഓഫ് ഓഫീസ് അല്ലേ, ടേം ഓഫ് ഓഫീസ് അല്ലെ, ഒക്യുപ്പൻസി, ഹോൾഡിംഗ്, ഇൻകംപൻസി, ടേം എന്നൊക്കെ പറയും. അതാണ് ടെന്യൂർ. ഇന്ന് ടെന്യൂർ ഉണ്ടായിരുന്നു. നമ്മുടെ എലിസബത്ത് രാജ്ഞിയുടെ ടെന്യൂറിനെ പറ്റി അല്ലെ, ലോങ്സ്റ്റ് ട്രെയിനിങ് മുന്നാക്കാന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ടെന്യൂർ എന്ന് പറഞ്ഞാൽ ഒക്യുപ്പൻസി, ഹോൾഡിംഗ്, ഇൻകംപൻസി, ടേം, എത്ര കാലം പുള്ളിക്കാരി ഭരിച്ചു ആസ് എ മൊണാർക്ക്, അതാണ് ടെന്യൂർ കേട്ടോ. അടുത്ത് നോക്കിയാൽ പ്രോഗ്നോസിസ് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോഗ്നോസിസ് ഇസ് എ നൗൺ. ലൈക്ലി ഔട്ട്കം, എന്ത് ഔട്ട്കം ആകാം, പോസിബിൾ ഔട്ട്കം എന്തായിരിക്കും, പോസിബിൾ ഔട്ട്കം, നോളജ് ബിഫോർ ഹാൻഡ്, ഒരു കാര്യം നേരത്തെ അറിഞ്ഞിരിക്കുക, അതാണ് പ്രോഗ്നോസിസ്. അതിനെയാണ് പ്രോഗ്നോസിസ് എന്ന് പറയാം.
അടുത്ത് മില്യ. മില്യ എന്ന് പറഞ്ഞാൽ എൻവയൺമെന്റ്, ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഡ്രോപ്പ്, സെറ്റിംഗ്, കോണ്ടെക്സ്റ്റ് അല്ലെ, സോഷ്യോ ഇക്കണോമിക് മില്യ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയില്ലേ ആ സാധനം മില്യ. മില്യ എന്ന് പറഞ്ഞാൽ ഔട്ട്കം മില്യൂന്നല്ലേ, സ്പെല്ലിംഗ് പോലെ അല്ല പ്രൊനൗൺസിയേഷൻ, മില്യ എന്നാണ്. മില്യ എന്ന് പറഞ്ഞാൽ എൻവയൺമെന്റ്. വരത്തന, അതാ വരത്തൻ സാധനമാണ് ഓർത്തോണെ. വരത്തനായതുകൊണ്ട് ചാത്തന എന്ന് പറയുന്ന പോലെ വരത്തനാട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരത്തന എന്ന് പറയുമ്പോഴേക്കും ഇവളുമാർ പറയും ചാത്തന എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ. ഫോറിൻ ഫ്രേസ്, ലാറ്റിൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, ആണെന്ന് വിശ്വസിക്കുന്നത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കട്ടോ, എൻ്റെ ഫോറിനാ സംഭവം. പക്ഷേ ലാറ്റിൻ ആണോ ഫ്രഞ്ച് ആണോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. എന്നാലും മില്യ എനിക്കൊന്ന് ലാറ്റിൻ തന്നെയാണ് തോന്നുന്നു. അടുത്ത് ഇൻടാക്ട്, അറിയാലോ, അഡ്ജക്റ്റീവ് ആണ്. ഹോൾ, എൻറ്റയർ, കംപ്ലീറ്റ്, അൺബ്രോക്കൺ ആണ് ഇൻടാക്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്തോണേ. Yes, YouTube live chat must have the option to like the comments. That there sure are some mind-blowing ones here. The prospect of war really frightens me. That's great. Now the only option we have is to report, which is ridiculous. ആണ് വിശ്വരാജ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി? ഓൾ റൈറ്റ്, ലെറ്റ്സ് മൂവ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആർട്ടിക്കിൾ മനസ്സിലായെങ്കിൽ, ആർട്ടിക്കിൾ അല്ല, വൊക്കാബുലറി മനസ്സിലായെങ്കിൽ, ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട പിള്ളേരെ ഞാൻ പറഞ്ഞു തരണോ? എന്ത് ജാടേ പിള്ളേർ, നിങ്ങൾക്ക് ലൈവിൽ വന്നിട്ട് ലൈക്ക് പോലും ഇടാൻ എന്ത് ജാടേ നോക്കിയ പിള്ളേർക്ക്. അതാണ് എനിക്ക് സങ്കടം. എനിവേസ്, ലെറ്റ്സ് മൂവ് ഓൺ. നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. ഇന്നത്തെ ആർട്ടിക്കിൾ ഇസ് ഓൾ അബൌട്ട് ഫിനാൻസ് ആൻഡ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വായിച്ച് നിങ്ങൾക്ക് കോമ്പറ്റീവ് എക്സാമിന് എല്ലാത്തിനും ഇത് ചോദിക്കുന്ന ഇക്കണോമിക് ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് ടാക്കിൾ ചെയ്യാം. അതുകൊണ്ടാണ് ലെറ്റ്സ് മൂവ്. ഹിസ് ടെന്യൂർ വാസ് എ പീരിയഡ് ഓഫ് അൺറെസ്റ്റ്. ഗ്രേറ്റ് സിലിയൻ, ദാറ്റ്സ് ഗ്രേറ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ മനസ്സിലെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ട്, ലൈവ് ചാറ്റിൽ ഒരു തംസ് അപ്പ് എല്ലാവരും ഇട്ടേ. തംസ് അപ്പ്. FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കോംപ്രിഹെൻസീവ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങാൻ പോവാണ്. ബാച്ച് ഈസ് ദെയർ. ബാച്ചിന്റെ എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ലൈവ് ഞാൻ യാത്ര കഴിഞ്ഞത് ഇങ്ങനെ രാത്രി എത്തിയുള്ളൂ. അപ്പോഴാണ് രാത്രി വന്നിട്ട് നമ്മുടെ SBIയുടെ ഒരു അനാലിസിസ് ചെയ്തത്. നിങ്ങൾക്ക് സെപ്റ്റംബർ 26 തീയതി SBI വിളിച്ചത് കാര്യം മറന്നു. എൻ്റെ അമ്മേ, SBI വിളിച്ചിട്ടുണ്ട് പിള്ളേരെ. SBI ബാങ്കിങ് എല്ലാ പിള്ളേരും SBI ക്ലർക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മൾ കാത്തിരുന്ന അല്ലേ ജൂനിയർ അസോസിയേറ്റിൻ്റെ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. എനിക്കതേ പറയുള്ളൂ, ഇത്തവണ അസോസിയേറ്റിൻ്റെ പോസ്റ്റിൽ 250+ വേക്കൻസീസ് കേരളത്തിലാണ്. ഈ ഇത്തിരി സങ്കടത്തിലാണ് നമ്മുടെ നോർത്തുകാർ. കാരണം 250+ വേക്കൻസി കേരളത്തിലുണ്ടായിട്ട് നമുക്ക് അവർക്ക് ഭയങ്കര വേക്കൻസി കുറവ്. ചിലയിടത്തുനിന്ന് 0 വേക്കൻസി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര സങ്കടം അവർക്ക്. അപ്പോൾ ഇത്തവണ SBI ക്ലർക്ക് 2020 വളരെ ലേറ്റ് ആയിട്ട് വന്നതാണ്. എന്നാലും അറിയാലോ, ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് അതല്ല. എനിക്ക് പിന്നെയും എടുത്ത് പറഞ്ഞു. കാരണം പലർക്കും എന്താ പറയുക, ക്ലർക്കിൻ്റെ പോസ്റ്റിൽ തെറ്റ് പോകുന്നത് മാർക്ക് കൂടുതൽ കിട്ടാനും എന്നാൽ ഏറ്റവും കുറയാൻ ചാൻസ് ഉള്ള ഇംഗ്ലീഷിൽ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. SBI ക്ലർക്കിന് നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ കോഴ്സുമായിട്ട് വരുന്നുണ്ട്. ഇത്തവണ ഒരു പ്രിലിംസ് മെയിൻസ് വലിയ ബാച്ചാണ് കൊണ്ടുവരാൻ പോകുന്നത്. ബാങ്കിങ് അവയർനെസ്സും സ്റ്റേറ്റ് എല്ലാം മെയിൻസ് ആൻഡ് പ്രിലിംസ് ഒരുമിച്ച് ഫോക്കസ് ചെയ്ത് വലിയൊരു ബാച്ചാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ, ലൈവായിട്ട് നമുക്ക് സൂപ്പറായിട്ട് പഠിച്ചു പോകാം. പിന്നെ FCIയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് കോർപ്പറേഷൻ നല്ലൊരു പോസ്റ്റാണ്. അടിപൊളിയായിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ്. അപ്പോൾ സെപ്റ്റംബർ 26 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യാൻ വേഗം കേട്ടോ. കോഡ് അറിയാലോ, Y314. SBI ക്ലർക്കിൻ്റെ ക്ലാസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അതിനു മുമ്പ് ആർക്കെങ്കിലും ബേസിക്സ് കുറവുണ്ടെങ്കിൽ പ്രീ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതിൽ ബാങ്ക് അവയർനെസ് എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് അഡ്വാൻസ് ലെവലിന് മുമ്പ് നിങ്ങളൊന്ന് അതിൻ്റെ ബേസിക്സ് പഠിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ വളരെ ബേസിക്സ് ലെവലിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന മാത്ത് ആയാലും റീസണിംഗ് ആയാലും ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും അതൊന്ന് നോക്കിക്കോണേ. അതിൻ്റെ വീഡിയോ കോഴ്സ് ഉണ്ട്. ഇഫ് യു വോണ്ട് വേണമെങ്കിൽ മാത്രം 1460 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും, അവൈലബിൾ ആണ്. പിന്നെ വേറെ എവിടെയും പോകണം. 10,000 രൂപയ്ക്ക് മുടക്കി ബാങ്ക് കോച്ചിങ്ങിന് പോയ കുട്ടികളെ എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ ഉണ്ട്. അത് വേറെ കാര്യം. അതുകൊണ്ട് പറഞ്ഞതാണ്. വേണമെങ്കിൽ മാത്രം എടുക്കാം. Y314 ആണ് കോഡ്, Y314. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ആർട്ടിക്കിളോട്ട് പോവാം. സ്റ്റേയിങ് ദ കോഴ്സ് അനുസരിച്ച് കണ്ടിന്യൂ ചെയ്യാം. എന്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടായാലും ഡെസ്പൈറ്റ് ദ ഡിഫിക്കൽട്ടി ലെറ്റ്സ് മൂവ് ഓൺ ആണ്. അതാണ് സ്റ്റേയിങ് ദ കോഴ്സ്. നോക്കാം. യെസ് ടാറ്റ വിശ്വരാജ്. Sumi, a political sector went on boiling the pot till minister's tenure ended. Yes, great, that's great. Even though they quarrel in between, there exists a cohesive relationship between them. Ramnath Kovind and Venkaiah Naidu recently completed their tenures as president and vice president respectively. That's great. He failed to complete his tenure because of his misconduct. That's great. All the proposed prognosis came down like a castle of cards. Great. Are you from Birmingham too? വിശ്വരാജ, നീ എങ്ങാടായി പറയുന്നത്? എൻ്റെ പൊന്നടാവേ, എനിക്ക് വയ്യ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. പിള്ളേരെ, അപ്പോൾ മൂവിങ് ഓൺ ടു ദ ആർട്ടിക്കിൾ, സ്റ്റേയിങ് ദ കോഴ്സ്. ഇൻഫ്ലേഷൻ മേ ഹാവ് മോഡറേറ്റഡ് എ ബിറ്റ്. കുറച്ച് മോഡറേഷൻ വന്നിട്ടുണ്ടാവാം ഇൻഫ്ലേഷനിൽ, മേ ഹാവ്, ബട്ട് remains a threat that warrants constant vigil. അപ്പോൾ ഇച്ചിരിയൊക്കെ ഇൻഫ്ലേഷൻ കുറഞ്ഞല്ലോ, വിലക്കയറ്റം കുറഞ്ഞല്ലോ, ഇനിയിപ്പോൾ പേടിക്കണ്ട എന്ന് വിചാരിച്ച് നമ്മുടെ ഫിനാൻസിന്റെ ആൾക്കാർ, തലപ്പത്തിരിക്കുന്ന പുള്ളികൾ ഇരുന്നാൽ ഇറ്റ്സ് ഗോണ ബി എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ അവർക്ക് അതൊരു ത്രെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഡോണ്ട് ലെറ്റ് അവർ ഗാർഡ് ഡൗൺ എന്നാണ് ഇവിടെ പറയുന്നത്. ലെറ്റ്സ് സീ. ഓവർ ദിസ് വീക്ക്, Finance Minister Nirmala Sitharaman spoke at length on India's inflation battle, signaling it is no longer a red lettered as a priority, as there are more big picture pursuits such as creating jobs, sustaining growth, and ensuring equitable wealth distribution.
The government, she remarked, has shown its ability to tackle inflation, having brought it down to a somewhat manageable level in the last couple of months. The finance ministry expects inflationary pressures to be capped due to steps taken by the central bank and the പറഞ്ഞു വരുന്നതാണ്. യെസ്, നമുക്ക് പറയാം ഈ ഒരു വീക്ക് ആയപ്പോഴേക്കും നമ്മുടെ നിർമ്മല സീതാരാമൻ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറഞ്ഞു, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മുടെ ഇനിയിപ്പോൾ നമ്മൾ ഇൻഫ്ലേഷനെ വലിയ പുറകെ നടക്കേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങളുണ്ട്, വലിയ പണികളുണ്ട്. ദർ ആർ ലോട്ട്സ് ഓൺ മൈ പ്ലേറ്റ് റൈറ്റ് നൗ എന്നാണ് പറയുന്നത്. ബിക്കോസ് അതിനേക്കാളും നോ ലോങ്ങർ റെഡ് ലെറ്റേർഡ് പ്രയോറിറ്റി. ഇപ്പോൾ അതല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻറ്റ്. കാരണം നമുക്ക് പ്രയോറിറ്റി ആയിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്, വേറെ ഒരുപാട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഒന്നെന്താ, ക്രിയേറ്റിംഗ് ജോബ്സ്, എംപ്ലോയ്മെന്റ്. ഞാൻ പറഞ്ഞില്ല, ഇത്തവണ എംപ്ലോയ്മെന്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിള്ളേരെ ഇങ്ങനെ നിർമ്മല സീതാരാമൻ പറഞ്ഞെങ്കിൽ ഇറ്റ്സ് എ ക്ലൂ. നിങ്ങൾക്കൊരു ക്യൂ ആണ്, ഇറ്റ്സ് യുവർ ക്യൂ. എന്താ ക്യൂ? ഇത്തവണ സെൻട്രൽ ഗവൺമെന്റ് സെക്ടറിലെ ജോലികൾ, ഞാൻ പിന്നെ പറയാണ്, ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള ബോധം പിള്ളേർക്ക് ഉണ്ടാവണം. അതാണ് ഞാൻ ആർട്ടിക്കിൾ വായിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ജനറൽ അവയർനെസ്. സെൻട്രൽ ഗവൺമെന്റ് ജോബ് വേക്കൻസിയെ പറ്റിയാണ് പുള്ളിക്കാരി പറയലിംഗ് കേട്ടോ. ജോബ് പോസ്റ്റുകളെ പറ്റിയാണ് പറയുന്നത്. ഇത്തവണ ഒരുപാട് ജോബ് പോസ്റ്റ് ഉണ്ട്. കാരണം ക്രിയേറ്റിംഗ് ജോബ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്, ഇത്തവണ ഒരുപാട് പോസ്റ്റുകൾ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. അടുത്തത് സസ്റ്റൈനിങ് ഗ്രോത്തിന്റെ സസ്റ്റനൻസ് കൂട്ടണം, അല്ലെ, അതൊന്ന് കണ്ടിന്യൂ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്. ആൻഡ് ഈക്വിറ്റബിൾ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എൻഷുർ ചെയ്യണം എന്നുള്ളതും, എല്ലാവർക്കും ഒരു ഈക്വിറ്റബിൾ ആയിട്ട് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണമെന്നും ഈ 3 കാര്യത്തിലാണ് പ്രയോറിറ്റി വേണ്ടത്. കാരണം ഇൻഫ്ലേഷൻ കുറച്ചൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ ഇത് കുറയ്ക്കാം, അതൊരു പ്രയോറിറ്റി കുറയ്ക്കാൻ പറ്റിയ കാര്യമാണ് എന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. ശ്രദ്ധിച്ചോണം. എന്നിട്ട് ഷി ഓൾസോ റിമാർക്ട്, പറഞ്ഞു, ഞങ്ങൾ അത്യാവശ്യം നമ്മുടെ ഗവൺമെന്റ് നല്ല രീതിയിൽ ടാക്കിൾ ചെയ്ത് ഇൻഫ്ലേഷനെ ടാക്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സംവാട്ട് മാനേജബിൾ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പേടിക്കേണ്ട, കപ്പിൾ ഓഫ് മന്ത്സിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇൻഫ്ലേറ്ററി പ്രഷേഴ്സിനെ ഇനി ക്യാപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സെൻട്രൽ ബാങ്കും ക്യാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ മൂടാൻ വേണ്ടി, അതിൻ്റെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സെൻട്രൽ ബാങ്കും അതുപോലെ തന്നെ government, since consumer inflation hit an 8-year high of 7.8 this April and recent dip in commodity prices. അപ്പം മുതൽ നമ്മുടെ ഈ വർഷം ഏപ്രിൽ ഹൈ ആയിട്ട് വന്നു, 7.8 വന്നപ്പോഴും 8-year ഹൈ ആയിട്ട്, അത്ര 8 വർഷത്തെ ഹൈ ഇതായിട്ട് 7.8 നമ്മുടെ ഇതിൽ ഏപ്രിൽ വന്നപ്പോൾ അതിന് ടാക്ക് ലൈൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ഗവൺമെന്റും സെൻട്രൽ ബാങ്കും കൂടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇത്രയൊന്നും കുറച്ച് വന്നെന്ന് ആണ് നിർമ്മല സീതാരാമന്റെ പറച്ചില്ല. യെസ്, ഇറ്റ് ഇസ് കറക്റ്റ് ആണ്, അല്ലേ? അങ്ങനെ റീസെന്റ് കമ്മോഡിറ്റി പ്രൈസ് കുറച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. യെസ്, നല്ല കാര്യം. Though July's retail inflation of 6.71 was a relief, it still remained uncomfortably above the 6% official tolerance threshold. Price rise in rural India has been much sharper, averaging 7.6% in the first 4 months of 2022-23 and over 7% through 2022 so far, compared to the overall average consumer inflation of 7.14 and 6.79 for the 2 time frames respectively. While headline monthly members affect sentiment, a prolonged spell of high inflation is more deleterious for households' ability and propensity to spend, denting demand and poor. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് കാര്യം. പറഞ്ഞു വരുന്നത് ജൂലൈയിലെ ഇത് കുറച്ചുകൂടി കുറവായിരുന്നെങ്കിലും, അല്ലെ, ജൂലൈയിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ നേരത്തെ തന്നെക്കാളും കുറവായിരുന്നു. കാരണം 6.71 ആയിരുന്നു. എന്നാൽ പോലും അത് റിലീഫായിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അതും ഒരു അൺകംഫർട്ടബിൾ ആയ കാര്യമാണ്. കാരണം നമ്മുടെ ടോളറൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ എത്ര, 6% ഒഫീഷ്യൽ ടോളറൻസ് ലിമിറ്റ് ത്രഷോൾഡ്, ആ ലിമിറ്റിനേക്കാളും കൂടി പോയി എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി കൂടുതലാണ്. കാരണം നമ്മൾ റൂറൽ ഏരിയയിലോട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എവിടെയാണെന്നറിയോ, പിള്ളേരെ റൂറൽ ഏരിയയിലോട്ട് വന്ന് നോക്കുക. അപ്പോൾ റൂറൽ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഷാർപ്പറായിരുന്നു. കാരണം അവർജിങ് 7.6 ആയിരുന്നു ഫസ്റ്റ് 4 മന്ത്സിൽ വന്നിരിക്കുന്നത് 2022-23 ക്വാർട്ടറിൽ. പിന്നെ ഓവർ 7% വന്നു ത്രൂ 2022 സോ ഫാർ ഇപ്പോൾ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ കൺസ്യൂമർ ലെവൽ ഇൻഫ്ലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 7.14 ലെവലായി കൂടുതലാണ് നമുക്ക്. കാരണം ഈ 6.79 ടൈം ഫ്രെയിം റെസ്പെക്റ്റീവ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് അഫക്ട് ദ സെന്റിമെന്റ്, അല്ലേ? ഒരു പ്രൊലോങ് സ്പെൽ ഓഫ് ഹൈ ഇൻഫ്ലേഷൻ ഡിലീറ്റോറിയസ് ആ. കാരണം ഹൗസ് ഹോൾഡുകളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ഹാംഫുൾ ആയത്. ഏറ്റവും കൂടുതൽ വന്നാൽ ഡിമാൻഡ് കുറയും. കാരണം അവരപ്പോൾ പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള പൈസ അവരുടെ കയ്യിലില്ല, അല്ലെ? റൂറൽ ഹൗസ് ഹോൾഡിനെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ഹൗസ് ഹോൾഡ് എബിലിറ്റി ആൻഡ് പ്രൊപ്പൻസിറ്റി ടു സ്പെൻഡ്, അവർ സ്പെൻഡ് ചെയ്യൽ കുറയ്ക്കും, ഡിമാൻഡ് കുറയും. അപ്പോൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കുറയും. ദാറ്റ് റിസൾട്ട്സ് ഇൻ ഡെന്റിങ്, റെഡ്യൂസിങ് ഡിമാൻഡ് കുറയ്ക്കുന്നു. ഡിമാൻഡ് കുറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്ത് വരും, നമ്മുടെ ഇക്കണോമിക് ഗ്രോത്ത് നടക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഗ്രോത്ത് ഇമ്പൾസസ് ദാറ്റ് മേ കാറ്റലൈസ് ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് കാറ്റലൈസ് ചെയ്താലേ എന്തെങ്കിലും ഒരു മാറ്റം വരാൻ പറ്റുള്ളൂ. ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് വന്നില്ലെങ്കിൽ നമുക്ക് പണി നടക്കില്ല. കാരണം ഇല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് നടക്കത്തില്ല. ദ അൺഈവൻ മൺസൂൺ സോ ഫാർ കുഡ് ഫർദർ വീക്കൻ റൂറൽ ഡിമാൻഡ് ഈവൻ ആസ് വറീസ് അബൌട്ട് ലോവർ സോവിങ് പാഡി ആൻഡ്
pulses are spurring the price higher in recent weeks. അപ്പോൾ പ്രൈസ് ഹൈക്ക് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ മൺസൂൺ, അൺഈവൻ മൺസൂൺ ഒരുപാട് അഫക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂടെ വരുമ്പോൾ റൂറൽ ഡിമാൻഡ് കുറയുമല്ലേ, വീക്കെൻഡ് ചെയ്യോ ആണല്ലോ ചെയ്യുന്നത്, അതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര സാരമല്ല എന്ന് വിചാരിച്ച് ഇൻഫ്ലേഷനെ കുറച്ച് കാണണ്ട എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത് കേട്ടോ. അത്ര വിജിൽ മുടക്കി നിരത്ത് വെക്കല്ലേ എന്നാണ് പറഞ്ഞത്. ഡോണ്ട് ലെറ്റ് യു ഗാർഡ് ഡൗൺ എന്നാണ് നമ്മുടെ ഓതർ പറയുക. ലെറ്റ്സ് സീ. ദ RBI believes that inflation has peaked in India, but Deputy Governor Michael Patra is not entirely convinced about the durability of the moderating prices despite lower commodity costs. Nothing that upside risk persists. The Consumer Price Index CPI for August due next week, some reckon, could take inflation closer to 7% again, partly because food price rise that accounts for 45% of. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ RBI പറയുന്നത് നമുക്ക് ഓരോ കാര്യത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകണം, എന്നാലേ നിങ്ങൾക്ക് അതിനെ മനസ്സിലാവത്തുള്ളൂ. നോക്കി RBI പറയുന്നതെന്ന് വെച്ചാൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബിലീവ് ചെയ്യുന്ന വെച്ചാൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഹാസ് പീക്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നന്നായിട്ട് കൂടുതലാണ്. പക്ഷേ ഡെപ്യൂട്ടി ഗവർണർ മൈക്കിൾ പെട്ര പറയുന്ന ഇതാണ്. ഡെപ്യൂട്ടി ഗവർണർ മൈക്കിൾ പെട്രയുടെ അഭിപ്രായത്തിൽ ഇൻഫ്ലേഷനെ പറ്റി പറയുന്നത് എങ്ങനെ, പുള്ളിക്കാരൻ പറഞ്ഞു നോട്ട് എൻറ്റയർലി ട്രൂ. അത് അത്ര കൺവിൻസ്ഡ് അല്ല പുള്ളി. കാരണം പുള്ളി പറയുന്ന വെച്ചാൽ അത്ര ഡ്യൂറബിലിറ്റി, മോഡറേറ്റ് പ്രൈസ് ആക്കി കുറയ്ക്കുക, അതിൻ്റെ ഡ്യൂറബിലിറ്റിയോട് പുള്ളി അത്ര കൂടെ നിൽക്കണില്ല. ഒന്ന് പ്രൈസ് മോഡറേറ്റ് ചെയ്തതിൻ്റെ ഡ്യൂറബിലിറ്റിയോട് പുള്ളി നിൽക്കത്തില്ല. കാരണം ലോവർ പ്രൈസ് ഡെസ്പൈറ്റ് ഈ ലോവർ പ്രൈസ് കമോഡിറ്റി ഉണ്ടായിട്ടും റിസ്ക് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. പിന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ച് CPI അനുസരിച്ച്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ച് നമ്മൾ ഓഗസ്റ്റിൽ, നെക്സ്റ്റ് വീക്കിലോട്ട് ഓഗസ്റ്റിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ച് അത് ഡ്യൂ ആയിട്ട് കിടക്കും ഇപ്പോഴും. ചിലർ പറയുന്നു, അപ്പോൾ ചിലരുടെ ഒരു കൺസിഡറേഷൻ അനുസരിച്ച് അവർ പറയുന്നത് വെച്ചാൽ ഇൻഫ്ലേഷൻ ഇനി 7% കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? പാർട്ട്ലി ബിക്കോസ് പകുതി എന്തുകൊണ്ടാണ്? ബിക്കോസ് ഫുഡ് പ്രൈസ് കൂടുവാണല്ലേ, ഫുഡ് പ്രൈസ് കൂടുവാണ്, അതാണ് ഒരു കാര്യം. അതുകൊണ്ട് എന്ത് വരും, 45% ആ ഫുഡ് പ്രൈസ് കൂടുമ്പോൾ 45% ഓഫ് CPIക്ക് കാരണമാകുന്നു. ആൻഡ് ഇറ്റ് ഹാഡ് ഡിപ് ടു 5-month low. അതിൻ്റെ ഇതിലോട്ട് കഴിഞ്ഞ മാസം ജൂലൈയിൽ കഴിഞ്ഞ 5 മാസത്തെ ഏറ്റവും ഇടിവ് സംഭവിച്ച് ഈ പറഞ്ഞ ജൂലൈ മാസത്തിലാണെന്ന് പറയുന്നത്. അപ്പോൾ അത് റിസർച്ച് ആയിട്ടുണ്ട്. ആ മരുന്ന് ഇതിൽ നിന്ന് ജൂലൈ ആയപ്പോഴേക്കും കുറച്ചുകൂടെ മാറ്റം വന്നിട്ടുണ്ട്. ഏറ്റവും ഇടിവ് വന്നതിൽ നിന്ന് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് ഇപ്പം എന്നുള്ള, ഓഗസ്റ്റിലോട്ടൊക്കെ വന്നപ്പോഴേക്കും കൂടിയിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇത് പറയപ്പെടുന്നത്. ഇനി let's move into the next one. While one should hope the worst is behind, it is too early to let the guard down. എന്നാലും ചാടിക്കളിച്ച് വിചാരിക്കല്ലേ അല്ലേ, വിചാരിക്കരുത് എല്ലാം പോയി ഇനിയിപ്പോൾ നമുക്ക് എല്ലാം മടക്കി നമുക്ക് യുദ്ധം തിരിച്ചു പോരാം എന്ന് വിചാരിക്കരുത്. You have to be constantly there എന്നാണ് പറയുന്നത്. On Thursday, Ms. Sitharaman said that monetary policy tools such as interest rate hikes alone cannot tame inflation and nudged the RBI to not be as synchronized with its developed world counterparts when growth needs to be unfettered. The emphasis on the multi-pronged approach to contain inflation, including better logistics, fiscal and trade policy moves, such as export duty imposed on rice later that evening, is correct. Her flagging of wide variations in states' inflation trends and linking higher. നോക്കാം. പിന്നെ സീതാരാമൻ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി പറഞ്ഞു, അപ്പോൾ മോണിറ്ററി ടൂൾസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഹൈക്ക് റേറ്റിനെ പറ്റി റേറ്റ് കൂട്ടുവാണല്ലോ, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്സ് കൂട്ടാണ് അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിനെ തന്നെ നമുക്ക് ഒരിക്കലും ഇൻഫ്ലേഷനെ ടൈം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ RBI എന്ത് ചെയ്യണം, എന്നിട്ട് RBIയോട് പറഞ്ഞു, നഡ്ജ് ചെയ്ത് കൊടുത്തു, അവരോട് പറഞ്ഞു ചെറുതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സിങ്ക്രണൈസ്ഡ് ആവുക, എല്ലാവരും ഒന്ന് എന്താ പറയുക, അറ്റ് ദ സെയിം ടൈം ഒരുമിച്ച് ജില്ലായിട്ട് നിൽക്കുക, കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്തോണം. കാരണം നമ്മൾ അതേസമയം നിങ്ങൾ ഡെവലപ്ഡ് കൗണ്ടർ പാർട്ടുമായിട്ട് കൂടെ നിന്ന് കാര്യങ്ങളോട്ട് മുന്നോട്ട് പോകണം അല്ലേ. അവിടെ നമുക്കത് ഫ്രീ ആക്കി വിട്ടുകളയരുത്. ഇറ്റ് കൻ നോട്ട് ബി അൺബ്രോക്കൺ. അതിനെ ഫ്രീ ആക്കി വിട്ടുകളയരുത്. യു ഹാവ് ടു ബി കോഷ്യസ് അബൌട്ട് ദാറ്റ് ആസ് വെൽ എന്ന് പറയാണ്. പിന്നെ നമ്മൾ വളരെ എംഫസിസ് കൊടുക്കേണ്ട മൾട്ടി പ്രോങ്ഡ് അപ്രോച്ചാണ്. പലയിടത്തും നമ്മുടെ കോൺഷ്യസ്നെസ് വേണം. കാരണം ഇൻഫ്ലേഷൻ കണ്ടെയ്ൻ ചെയ്യണം, കുറയ്ക്കണം. ഒന്ന് നമ്മുടെ മാത്രമല്ല നല്ല ബെറ്റർ ലോജിസ്റ്റിക്സ് കൂട്ടുവരണം. ഫിസ്ക്കൽ ആൻഡ് ട്രേഡ് പോളിസി മൂവ്സിനെ പറ്റി നമുക്ക് നല്ല അവിടെയൊക്കെ കോൺഷ്യസ് ആയിരിക്കണം എന്ന് പറയാണ്. കാരണം നമ്മളിപ്പോൾ എക്സ്പോർട്ട് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുവാണ് റൈസിന്, അതിനൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്നാണ് പറയുന്നത്. പിന്നെ അത് കറക്റ്റ് രീതിയിൽ തന്നെയാണ് ഇപ്പോൾ റൈസിൻ്റെ അടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇൻഫ്ലേഷനെ ഫ്ലാഗ് ചെയ്യുമ്പോൾ അത് കുറയ്ക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, അതേപോലെ തന്നെ ഹയർ ഇൻഫ്ലേഷൻ, അതേസമയം നോക്കി ഇൻഫ്ലേഷനെ ചില ഏരിയയിൽ ഇൻഫ്ലേഷൻ കൂടിയിരിക്കുമ്പോൾ അല്ലേ ഹയർ ഇൻഫ്ലേഷൻ ആണ് ലിങ്കിങ് ഹയർ ഇൻഫ്ലേഷൻ ഇൻ സം സ്റ്റേറ്റ്സ് ടു ദെയർ ഫെയിലിയർ ടു കട്ട് പെട്രോളിയം പ്രൈസസ്. അവിടെ ഇൻഫ്ലേഷൻ കൂടുതലാണ്, പക്ഷേ പെട്രോൾ പ്രൈസസിനെ കട്ട് ചെയ്യാൻ അവർക്ക് സമ്മതമല്ല എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി ഒരു പൊളിറ്റിക്കലായിട്ട് നമുക്ക് തോന്നുന്നില്ലേ. ബട്ട് ദ ഗവൺമെന്റ് മസ്റ്റ് ആക്ട് എക്സ്പെഡീഷ്യസ്ലി. വളരെ ക്വിക്കായിട്ട് ഗവൺമെന്റ് ആക്ട് ചെയ്യണം on her call for states work together to tackle price hike. അവിടെ സെൻട്രൽ സ്റ്റേറ്റ് ഒന്നുമില്ല, രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റൈസിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഫ്ലേഷനെ ടാക്കിൾ ചെയ്യാൻ പറ്റൂ. ദാറ്റ് വുഡ് ബി മോർ എഫക്റ്റീവ് ഇൻ എൻഷുറിംഗ് ദാറ്റ് ഇൻഫ്ലേഷൻ നന്നായിട്ട് അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെയുള്ള മൊത്തം വായിച്ച് പഠിക്കൊന്നും വേണ്ട, അത്യാവശ്യം ഇങ്ങനെയുള്ള എഡിറ്റോറിയൽ ആർട്ടിക്കിൾ വായിച്ചാൽ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ക്ലിയർ ആയെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ പിള്ളേരെ.
നെറ്റ് പോയോ എൻ്റെ ഇടയ്ക്ക്? എന്നെ പണി തന്നോ? ഷെടാവേ, ഞാനത് കണ്ടില്ലല്ലോ. നോക്കട്ടെ. നെറ്റ് പ്രശ്നമാണ്. ഇപ്പോഴാണ് ഞാനത് കണ്ടത്. ഞാൻ തിരിച്ചു വന്നോ? കുറച്ച് തിരിച്ചു വന്നെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കി എല്ലാവരും ഒരു തംസപ്പ് ഇടണേ. അപ്പോൾ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. നമ്മളതിന് അനലിറ്റിക്സ് അനുസരിച്ച് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഒരുമിച്ച് നിന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പണിപെടും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഓതർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ എന്താണ്, വിജിലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. കാരണം ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ വിജിലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക, അതിൽ പത്തി മടക്കി വെച്ചേക്കരുത്, അല്ലെങ്കിൽ എന്താ പറയുക, തിരിച്ച് ബാക്കോട്ട് പോകരുത് എന്ന രീതിയിലാണ് ഓതർ പറഞ്ഞേക്കണേ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അല്ലേ? എങ്കിൽ നമുക്ക് ക്വസ്റ്റനിലോട്ട് പോയാലോ. അപ്പോൾ ഹൈക്കോർട്ടിന്റെ ഷോഫർ പോസ്റ്റ്, ഡ്രൈവർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. പിള്ളേരെ 1952 രൂപയാണ് കോഴ്സ് ഫീ. ഡ്രൈവർ പോസ്റ്റ് അല്ലേ അയ്യേ എന്ന് വിചാരിച്ചിരിക്കരുത്. ഇറ്റ്സ് ഗ്രേറ്റ് പോസ്റ്റ്. നിങ്ങൾക്ക് 2 വർഷം ജോലി ചെയ്തിട്ട് വേണ്ടെങ്കിൽ വേണ്ട നോക്കാന്നേ. കാര്യം ഇത്രേ ഉള്ളൂ. ഹൈക്കോർട്ടിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ജോലി കിട്ടും. ജഡ്ജിമാരുടെ സാരഥിയായിട്ട് ഇങ്ങനെ ഓടിക്കാം. മനസ്സിലായോ? അതിന് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. കാരണം നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം. 8:30 to 10 മണിയാണ് ക്ലാസ്. അപ്പോൾ ഇംഗ്ലീഷ് അതിലില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കയറാം. സ്പെഷ്യൽ ടോപ്പിക്സ് റിജൻ സാർ കൈകാര്യം ചെയ്യും. ഇൻ്റർവ്യൂ നിങ്ങളെ റിജൻ സാർ പഠിപ്പിക്കും. GK മറ്റ് നമ്മുടെ അധ്യാപകരൊക്കെ ഉണ്ട് കൂടെ പഠിപ്പിക്കാനായിട്ട്. പിന്നെ കമ്പനി ബോർഡ് LGS ക്ലാസ്സുകൾ അല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻസ് അല്ലേ September 21 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കാരണം വെച്ചാൽ നമുക്ക് ഉഷാറായിട്ട് പഠിച്ചു കൊടുക്കണം. മെയിൻസിലോട്ട് നമ്മൾ ഓരോ പടിയും മുന്നോട്ട് അങ്ങനെ തന്നെ പോകണം കേട്ടോ. കോഡ് അറിയാലോ, Y314. യെസ്, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഷീ വിൽ ഹാവ് ടു ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ് ആൻഡ് ഡെലിവറിംഗ് പോസിറ്റീവ് റിസൾട്ട്സ് സൂൺ എൽസ് ഫേസ് ഹാർഷ് ജഡ്ജ്മെന്റ് ബൈ ഹർ കോൺസ്റ്റിറ്റ്വൻസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഒന്ന് പറഞ്ഞതിൻ്റെ അപ്പോഴേക്കും ഞാൻ മറ്റേതിൻ്റെ ക്വസ്റ്റ്യൻ ഇടാൻ മറന്നു. ഞാൻ അതിന് ക്വസ്റ്റ്യൻ ഇടട്ടെ. ഞാൻ പറഞ്ഞില്ല ഇന്ന് എനിക്ക് എന്തോ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. സോ വേഗം പറഞ്ഞു, ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു എന്ന് പറ. ഞാനൊരു സെൻറ്റൻസ് അപ്പോഴേക്കും എടുത്ത് നോക്കട്ടെ. പറയൂ ആൻസർ പറയൂ. ഞാൻ ഇന്ന് ആർട്ടിക്കിൾ വായിച്ച് ഇതെങ്ങനെ ഇരുന്നു. കിട്ടുമോ നോക്കട്ടെ. ആൻസർ കിട്ടിയോ നോക്കട്ടെ. എന്ത് ചെയ്യും എൻ്റെ പിള്ളേർ? ആൻസർ കിട്ടിയോ നോക്കട്ടെ പിള്ളേർക്ക്. പറയൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ആൻസർ പറ. സംഭവം എന്താ നോക്കിക്കേ, കൊടുത്തേക്കുന്നത് എന്താ നോക്കിക്കേ. സിമ്പിളാ സംഭവം. ഷീ വിൽ ഹാവ് ടു ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ്. അവൾ എന്ത് ചെയ്യണം? ഷീ വിൽ ഹാവ് ടു ഹിറ്റ് ദ ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ വേർബ് V1 കൊടുത്തിട്ടുണ്ടോ? ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ് ആൻഡ് ഡെലിവറിങ് അല്ല, ആൻഡ് ഡെലിവർ. ഇവിടെ ING വേണ്ട, ജെറണ്ടല്ല ഇവിടെ വേണ്ട. ഇവിടെ V1 കൊടുക്കേണ്ടത്. ബിക്കോസ് ആൻഡ് അല്ലേ, ആൻഡ് വന്ന ഈക്വൽ പാർട്സ് ഓഫ് സ്പീച്ച്. പാരലസം കീപ്പ് ചെയ്യണം. സോ പാരലസം ആണ്, വേറെ ഒന്നുമില്ല. അവിടെ നമ്മൾ വിചാരിക്കും റണ്ണിങ് ആയതുകൊണ്ടേ പാരലൽ സ്പെല്ലിങ് ശ്രദ്ധിച്ചിട്ട് പോയിരിക്കുക. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളാം. പാരലിസം. യെസ്. ആൻഡ് റണ്ണിങ് ആയതുകൊണ്ട് ആൻഡ് ഡെലിവറിങ് എന്നായിരിക്കും. ഇല്ല, അല്ല. ഗ്രൗണ്ട് റണ്ണിങ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് ഡെലിവർ പോസിറ്റീവ് റിസൾട്ട്സ് സൂൺ എൽസ് ഫേസ് ഹാർഷ്. ഇത് ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിത്തരാം കേട്ടോ. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നോക്കിയോ, ക്വസ്റ്റ്യൻ ഇതാണ്. വേഗം എഴുതിക്കോ എല്ലാവരും, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ. ഏതാണ്? no less than 15 UK prime ministers came and went while she reigned. നമ്മുടെ ക്വീൻ എലിസബത്തിനെ പറ്റിയാണ്. ക്വീൻ reigned from Winston Churchill to Liz Truss. കഴിഞ്ഞ ദിവസം നമ്മുടെ ലിസ് ട്രസിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല. അത് പറഞ്ഞ ഉടനെ നമ്മുടെ ക്വീൻ മരിച്ചല്ലേ, എന്താ ചെയ്യുക. അപ്പോൾ no less than 15 UK prime ministers came and went while she reigned from Winston Churchill to Liz Truss. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ പിള്ളേരെ. ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ ഫോർ യു. അപ്പോൾ പിള്ളേർ എന്ത് ചെയ്യണം? ആൻസർ എനിക്ക് കോമെന്റ് സെക്ഷൻ തരണം. ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, മൂവിങ് ഓൺ. താങ്ക് യു സോ മച്ച് എവറി വൺ. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ മറ്റുള്ളവർക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിൽ എല്ലാത്തും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ
കോമൻറ്റ് സെക്ഷനിൽ ആൻസർ തരാൻ മറക്കരുത്. ദിസ് ഇസ് ഫോർ യു, ക്വസ്റ്റ്യൻ ഇസ് ഫോർ യു അല്ലേ. കോമൻറ്റ് സെക്ഷനിൽ ആൻസർ തരിക. അതുപോലെ തന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നമ്മുടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. സജഷൻസ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കാം. ഐ എം ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട്. യെസ്, മാത്തമാറ്റിക്സ് എക്സാം ഇസ് സ്റ്റാഡ് ഡിഫിക്കൾട്ട്. ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഉഷാറല്ലേ? ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി, ബി ഹാപ്പി. അപ്പോൾ കാണാം നമുക്ക് തിങ്കളാഴ്ച. ബൈ.